ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഭക്തജനങ്ങളെ, വളരെ ദൂരെ ഇരുന്നിട്ട് കേൾക്കുന്ന ഈ ദേശത്തെ നാനാജാതി മതസ്ഥരായ നിവാസികളെ, സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അതൊരു 46 രാജ്യങ്ങളിൽ പരന്നു കടന്നിരുന്ന 10,000 കൊല്ലത്തോളം പഴക്കമുള്ള വലിയ ഒരു വിശ്വാസ സംഹിതയാണ്. പലപ്പോഴും ആ വാക്ക് കേൾക്കുമ്പോൾ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട എന്തോ ഒന്നാണെന്നൊക്കെയാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും പഴക്കമുള്ള ആരാധനാലയങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് തുർക്കിയുടെയും യുക്രൈൻ്റെയും മേഖലകളിലാണ്. അവിടെയാണ് ഏറ്റവും പഴക്കമുള്ള പ്രാചീന നഗരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഗോബക്കി തെപ്പി, കരാളിത്തെപ്പി എന്ന് തുടങ്ങുന്ന 6 നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ. അത് ഖനനം നടത്തിയപ്പോൾ കിട്ടിയത് ശിവലിംഗ പ്രതിഷ്ഠയും ശിവക്ഷേത്രങ്ങൾ ഉൾപ്പെട്ട സമുച്ചയങ്ങളാണ്. ഈജിപ്തിൻ്റെയും മറ്റ് സംസ്കാരങ്ങളുടെയും ഓൾഡസ്റ്റ് അവശിഷ്ടങ്ങൾ ഒരു 5000 കൊല്ലം പഴക്കേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 6000 കൊല്ലം പഴക്കേ ഉള്ളൂ. അതിലൊരു 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഗോബക്കി തെക്കിയുടെയും കരാളിത്തെപ്പിയുടെയും അവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടെത്തിയത്. ഏറ്റവും വടക്കുള്ള ഒരു ക്ഷേത്രം യുക്രൈൻ്റെയും റഷ്യയുടെയും ബോർഡറിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്ന ക്രുസ്ക് എന്നൊരു മേഖലയുണ്ട്. അവിടെ നിന്നാണ് കണ്ടെത്തിയത്. അവിടെ ഒരു വലിയ മഞ്ഞുമല ഇടിഞ്ഞ് താഴെ വന്നു. ആ മഞ്ഞൊക്കെ മാറ്റി ചെന്ന് പരിശോധിക്കുമ്പോൾ ഒരു ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് കണ്ടെത്തിയത്. 8000 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ആ ക്ഷേത്ര സമുച്ചയം എന്ന് ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നു. ഇപ്പോൾ യുദ്ധം നടക്കുന്ന മേഖലയുടെ തൊട്ട് താഴെ ഒരു ഉൾക്കടലുണ്ട്. കാസ്പിയൻ കടൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇന്ത്യയുടെ ഏതാണ്ട് 1/3 സൈസുണ്ട് ഈ കാസ്പിയൻ കടലിന്. ഈ കാസ്പിയൻ കടലിന് പേര് കിട്ടിയത് ഹിന്ദുമതത്തിലെ പ്രാചീനനായ കശ്യപ മുനിയുടെ പേരിലാണ്. കശ്യപ മുനിയും അദ്ദേഹത്തിൻ്റെ മക്കളും ആ കടൽ തീരത്താണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് കശ്യപ്യ സാഗരം എന്ന് വിളിച്ചു. ആ കശ്യപ്യ സാഗരമാണ് കാസ്പിയൻ കടൽ എന്ന് പേര് കിട്ടിയത്. ആ മേഖലയോട് ചേർന്നുള്ള കസാക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ടർക്കമെനിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങിയ മേഖലകളെല്ലാം ഒരു കാലത്ത് സനാതന വിശ്വാസികളായിരുന്നു. പിന്നീട് ആ മേഖലയിൽ നിന്ന് കശ്യപ്യൻ തൻ്റെ മക്കളായ ദേവന്മാർ, അസുരന്മാർ, ദാനവന്മാർ മുതലായ സന്തതി പരമ്പരകൾ കൊണ്ട് മൈഗ്രേറ്റ് ചെയ്തു. അദ്ദേഹം കാശ്മീരിലേക്കാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ മക്കൾ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ ഇന്നും ആ പേരിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വേൾഡ് എക്കണോമിക് കോൺഫറൻസ് നടന്ന സ്ഥലം ഉത്തര ഇറാൻ്റെയും ഉസ്ബെക്കിസ്ഥാൻ്റെയും മേഖലയാണ്. ആ സ്ഥലത്തിൻ്റെ പേര് ദാവോസ്, ദേവന്മാർ താമസിച്ച സ്ഥലമാണ് ദാവോസ് എന്നറിയപ്പെടുന്നത്. അതിന് തൊട്ടു താഴെ കിഴക്കുവശത്തായിട്ട് ഡാൻ പ്രോവിൻസാണ്. ദാനവന്മാർ എന്ന് പറയുന്ന പുരാണത്തിലുള്ള ആളുകൾ താമസിച്ചിരുന്നുകൊണ്ടാണ് അതിനെ ഡാൻ പ്രോവിൻസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ തൊട്ടു താഴെ തെക്കൻ ടർക്കമെനിസ്ഥാൻ്റെയും ഇറാൻ്റെയും മേഖലകളെ വളരെ ശ്രദ്ധേയമായി നമ്മൾ വിളിക്കുന്നത് രാക്ഷസാൻ പ്രോവിൻസ് എന്നാണ്. അവിടെ താമസിച്ചിരുന്നവരാണ് രാക്ഷസന്മാർ എന്ന് നമ്മൾ വിളിക്കുന്നത്.
അന്നത്തെ അസുരന്മാർ ആ ദേശത്തെ പ്രധാന ജനവിഭാഗമായിരുന്നു. അവരുടെ ദേവനെ അവർ വിളിച്ച പേരാണ് അസൂര മസ്ത, അസുരന്മാരുടെ ദേവൻ. സ്വരാഷ്ട്രീയത്തിൽ അവരുടെ ദൈവസങ്കല്പം അഹൂര മസ്ത, അതായത് അസുരന്മാരുടെ ദൈവം. അവിടെ ദേവന്മാർ പ്രതിസ്ഥാനത്താണ്, വില്ലന്മാരായിട്ടാണ്. നമ്മുടെ വേദങ്ങളിലെ ദേവന്മാർ ഈശ്വര സങ്കല്പമാണെങ്കിൽ അവിടുത്തെ ദേവന്മാർ ദുഷ്ടസങ്കല്പമാണ്. കാരണം അസുരന്മാർ ശത്രുക്കളായിരുന്നു ദേവന്മാർ. ആ അസുരന്മാർ പിന്നീട് ആ പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്, അസീറിയ, അസുരന്മാർ താമസിക്കുന്ന സ്ഥലം. അതൊരിക്കൽ അസൂറിയ എന്നായിരുന്നു സ്ഥലത്തിൻ്റെ പേര്, അസുരന്മാർ താമസിക്കുന്ന സ്ഥലം. ആ ദേശത്തിന് ഇപ്പോഴും ഒരു പ്രോവിൻസ് ഉണ്ട്, അസൂർ പ്രോവിൻസ്, അസുരന്മാർ താമസിക്കുന്ന പ്രോവിൻസ്. പിന്നീട് ഈ അസൂറിയൻസ് ഇറാഖിലേക്ക് കുടിയേറി, പടിഞ്ഞാട്ട് പോയി. അവരിന്ന് താമസ സ്ഥലമാണ് അസീറിയ എന്നറിയപ്പെടുന്ന സ്ഥലം. ഇറാഖും ഇറാനും പടിഞ്ഞാറൻ സ്ഥലം ഉൾപ്പെട്ടതാണ് ഈ അസുരന്മാർ താമസിച്ച സ്ഥലം. ഈ അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള യുദ്ധം ഇറാൻ്റെ തെക്ക് നടന്ന യുദ്ധമാണ്. അങ്ങനെ ഈ കശ്യപ മുനി അവിടുന്ന് യാത്ര പുറപ്പെട്ട് കാശ്മീരിൽ വന്ന് താമസിച്ചു. കാശ്മീർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കശ്യപ്യമീർ, കശ്യപ്പനോൻ താമസിച്ച മല എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. കശ്യപമീർ മുസ്ലിങ്ങളായിട്ടൊരു ബന്ധമല്ല സ്ഥലപ്പേര്. കശ്യപമീർ പിന്നീട് കാശ്മീറായി. ഇറാൻ എന്ന പ്രോവിൻസ് കംപ്ലീറ്റ് സംസ്കൃതം സംസാരിക്കുന്ന സനാധർമ്മത്തിൻ്റെ ഈറ്റിലങ്ങളായിരുന്നു. അവിടെ വളരെ ശ്രദ്ധേയമായി പേർഷ്യൻ സാമ്രാജ്യം സ്ഥാപിച്ച രാജാവ് ഗ്രീക്ക് പുരാണത്തിൽ സൈറസ് എന്ന് വിളിക്കുന്നു. ശരിയായി സംസ്കൃതത്തിൽ ആ രാജാവിൻ്റെ പേര് സരസ എന്നായിരുന്നു. ഈ സരസ എന്ന വാക്ക് ഗ്രീക്കുകാരുടെ വായിൽ കൊള്ളാതായപ്പോൾ അവർ അദ്ദേഹത്തെ സൈറസ് എന്നാക്കി മാറ്റിക്കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമോനാണ് പിന്നീട് പേർഷ്യയിൽ വലിയ രാജാവായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേര് ഗ്രീക്കുകാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് സർക്സസ് എന്നാണ്. യഥാർത്ഥ രാജാവിൻ്റെ പേര് സംസ്കൃതത്തിൽ സഹർഷ എന്നായിരുന്നു. സഹർഷ എന്നുള്ള പേരാണ് ഗ്രീക്കുകാർ സർക്സസ് ആക്കി മാറ്റിക്കളഞ്ഞത്. ഈ സർക്സസിൻ്റെ മകനാണ് അർട്ടാസർക്സസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരിയായ രാജാവിൻ്റെ പേര് സംസ്കൃതത്തിൽ അർത്ഥ സഹർഷൻ എന്നായിരുന്നു. അതാണ് അർട്ടാസക്സസ് ആക്കിയത്. അർട്ടാസക്സസ് ആണ് വേദോത്സവത്തിൽ ഞങ്ങളുടെ എസ്തർ രാജ്ഞിയെ വിവാഹം കഴിച്ച രാജാവ്. അതിന് തൊട്ടിപ്പുറത്ത് കിടക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ പണ്ട് ഒരു ഹൈന്ദവ രാജ്യമായിരുന്നു. വളരെ ഗന്ധാര എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ മഹാഭാരതത്തിലെ ദുര്യോധനൻ്റെ അമ്മ ഗാന്ധാരി, ഗാന്ധാര ദേശത്തെ രാജകുമാരി. ആ ഗാന്ധാര ദേശത്ത് താമസിക്കുന്ന ആരെ വിളിച്ച പേരാണ് ഗന്ധർവൻ. അവർ സംഗീത വിദഗ്ധന്മാരായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും യേശുദാസിനെ നമ്മൾ വിളിക്കും ഗാനഗന്ധർവൻ. കാരണം ഗന്ധാര ദേശത്തെ ജനങ്ങളെപ്പോലെ പാടാൻ കഴിവുള്ളവർ. അവിടെയുള്ള സ്ത്രീകൾ വലിയ സുന്ദരികളായിരുന്നു. അവർ നല്ലപോലെ പാട്ടമൊക്കെ പാടും, ഡാൻസും കളിക്കും. അതുകൊണ്ട് അവരെ വിളിച്ച പേരാണ് അപ്സരസ്. കാണ്ഡഹാറിനത്തെ തൊട്ടുള്ള പ്രോവിൻസാണ് അപ്സര പ്രോവിൻസ്. അപ്സര ദേശത്ത് താമസിച്ചിരുന്ന സ്ത്രീകളായതുകൊണ്ട് അവരെ അപ്സരസ് എന്ന് വിളിച്ചു. അവർ പാടുകയും ചെയ്യും, അവർ നൃത്തം ചെയ്യുകയും ചെയ്യും. അപ്സര നൃത്തം. നമ്മുടെ പുരാണങ്ങളിൽ ദേവേന്ദ്രൻ കല്യാണം കഴിച്ച ഉർവശി, മേനക, രംഭ, തിലോത്തമ ഇവർ 4 പേരും അപ്സരസുകളായിരുന്നു. ഈ അപ്സര പ്രോവിൻസിൽ ജീവിച്ചിരുന്നവരായിരുന്നു. ആ ഗാന്ധാര ദേശത്തെ ഇപ്പം നമ്മൾ കാണ്ഡഹാർ, ഗാന്ധാര എന്നുള്ള വാക്ക് സായിപ്പ് കാണ്ഡഹാർ എന്നാക്കി മാറ്റി. കാണ്ഡഹാർ നമ്മൾ വിമാനം തട്ടിക്കൊണ്ടുപോയ സ്ഥലം. ഇറാൻ കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ഇറാഖ് എന്ന സ്ഥലമാണ്. ഇറാഖ് പണ്ട് ഒരു ഹിന്ദുമത രാജ്യമായിരുന്നു. അവിടെ ഭരിച്ചിരുന്ന കാസൈറ്റ്സ്, അവർ ഋഗ്വേദത്തിലെ ദൈവസങ്കല്പങ്ങളെ വിശ്വസിച്ചിരുന്നവരാണ്. ഇന്ദ്രൻ, മിത്രൻ, വരുണൻ ഇതായിരുന്നു നമ്മുടെ പ്രധാന ദേവന്മാർ, നമ്മുടെ വേദങ്ങൾ ഋഗ്വേദത്തിലെ ദേവന്മാർ. അതിന് തൊട്ട് താഴെ മിട്ടാനികൾ എന്നൊരു രാജവംശം ഉണ്ടായിരുന്നു. മിട്ടാനികൾ ഹിന്ദു വിശ്വാസികളായിരുന്നു. ഇന്ന് നമ്മൾ തുർക്കി എന്ന് വിളിക്കുന്ന രാജ്യം, ഇന്നത് 99% മുസ്ലിംസാണ്. തുർക്കി അന്നത്തെ കാലത്ത് ഒരു സനാധർമ്മ വിശ്വാസികൾ ജീവിച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജവംശമായിരുന്നു ഹിറ്റൈറ്റ്സ്, ഹിതാവ്യർ ഹിറ്റൈറ്റ്സ്.
ഈ ഹിറ്റൈറ്റുകളുടെ രാജാവും ഇറാഖിലെ മിട്ടാനുകളും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടു. BC 1400, ഇന്നേക്ക് 3500 വർഷങ്ങൾക്ക് മുമ്പ്. ബോഗസ്കോയിലെ ഉത്ഖനനം നടന്നപ്പോൾ ഈ രേഖ ഉൾപ്പെടെ പുറത്തു വന്നു. ആ ബോഗസ്കോയി രേഖകൾ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഹിറ്റൈറ്റുകളായ ഞങ്ങളുടെയും മിത്താനികളായ നിങ്ങളുടെയും ദൈവങ്ങളായ ഇന്ദ്രൻ, വിത്രൻ, വരുണൻ ഇവരെ സാക്ഷി നിർത്തി നമ്മൾ ഈ എഗ്രിമെൻ്റ് ഒപ്പിടുകയാണ്. അതായത് തുർക്കിയും ഇറാഖും ഋഗ്വേദത്തിലെ ദൈവന്മാരിൽ വിശ്വസിച്ചിരുന്ന ജനവിഭാഗമായിരുന്നു 3400 വർഷത്തിന് മുമ്പ്. പിന്നെ സീ പീപ്പിൾസിൻ്റെ അറ്റാക്കിലാണ് അവർ നശിച്ചു പോയത്. ഇനി അവിടെ നിന്ന് നമ്മൾ ഈജിപ്തിലേക്ക് ഇറങ്ങിയാൽ, ഈജിപ്റ്റ് വളരെ സൂക്ഷ്മമായി സനാതനവുമായി ബന്ധപ്പെട്ട് കിടന്ന ഒരു രാജ്യമായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ദൈവസങ്കല്പം ഓസിരിസ്, ഇത് സംസ്കൃതത്തിലെ ഈശ്വര എന്ന ശബ്ദവും ഓസിരിസ് എന്ന ശബ്ദവും വളരെ അടുത്ത് ബന്ധമുള്ളതാണ്. അവർക്ക് പരുന്തിൻ്റെ ദേവനുണ്ട്, ഗരുഡൻ. അവരതിനെ വിളിച്ചു പ്രസിദ്ധമായ ഹോറസ്. നമ്മളതിനെ വിളിച്ചു ഗരുഡ ഭഗവാൻ. കുരങ്ങിൻ്റെ ഷേപ്പിൽ അവർക്കൊരു ദൈവമുണ്ട്, അനൂബിസ്. നമ്മളാ ദേവനെ വിളിക്കുന്നത് ഹനുമാൻ. അവർക്ക് സർപ്പദേവനുണ്ട്, നമ്മളെപ്പോലെ അല്ല. അവരുടെ ഏറ്റവും വലിയ വിഗ്രഹമാണ് സ്ഫിങ്സ്. തല മനുഷ്യൻ്റെയും ഉടൽ സിംഹത്തിൻ്റെയും. ആ സ്ഫിങ്സ് ഇറാനിൽ വന്നു. ഇറാനിൽ വരുമ്പോൾ അതിനെ സിംഹനരൻ എന്ന് വിളിച്ചു. ഇന്ത്യയിലെത്തിയപ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അത് നരസിംഹമായിരുന്നു. തല സിംഹവും ഉടൽ മനുഷ്യനും. ഇറാഖിലും ഈജിപ്തിലും തല മനുഷ്യനും ഉടൽ സിംഹവും. അലക്സാണ്ടർ ചക്രവർത്തി ഈജിപ്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ച 30 പേരും ഹിന്ദുക്കളായിരുന്നു. അദ്ദേഹത്തിന് മുമ്പ് നൃത്തം ചവിട്ടിയ 12 പെൺകുട്ടികളും ഹിന്ദു പെൺകുട്ടികളായിരുന്നു. ഇത് ഇന്നസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് യാത്രാ വിവരണത്തിൽ. അങ്ങനെ യൂറോപ്പിലും ആഫ്രിക്കയിലും ഹിന്ദുമത വിശ്വാസം വളരെ ആഴത്തിലുണ്ടായി. ആ വിശ്വാസം അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ് തെക്കനേഷ്യയിൽ വരുമ്പോൾ എല്ലാ തെക്കനേഷ്യൻ രാജ്യങ്ങളിലും ഹിന്ദുമത വിശ്വാസമായിരുന്നു. നേപ്പാൾ, സിക്കിം, ഭൂട്ടാൻ, ഇന്ത്യ, സിലോൺ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാലദ്വീപ്സ് മുഴുവൻ ഹിന്ദുമത വിശ്വാസമായിരുന്നു. ഇനി ഹിമാലയ പർവ്വതം കടന്ന് വടക്കോട്ട് പോയാൽ ഏറ്റവും വടക്കുള്ള ക്ഷേത്രം ചൈനയുടെ തലസ്ഥാനമായ പിക്കിങ്ങിൽ നിന്ന് 100 കിലോമീറ്റർ തെക്കാണ് ഏറ്റവും വടക്കുള്ള ക്ഷേത്രം. തെക്കൻ ചൈനയിൽ നിന്ന് 4000-ഓളം ഹിന്ദു ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. 4000. ചൈനയിലെ ഏറ്റവും പ്രസിദ്ധമായ ഹിന്ദു ക്ഷേത്രം കാൻഡണിലെ ക്ഷേത്രമാണ്. അത് പണിയിച്ചത് തെക്കേ ഇന്ത്യയിലെ സിദ്ധന്മാരിൽ 3ാമത്തെ സിദ്ധനായ പോഗർ പോയിട്ടാണ് കാൻഡണിലെ ക്ഷേത്രം പണിയിച്ചത്. ആ പോഗർ തിരിച്ചു വന്നിട്ടാണ് പഴനിയിലെ പ്രസിദ്ധമായ സുബ്രഹ്മണ്യ ക്ഷേത്രം പണിഞ്ഞത്. പോഗർ. നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോട്ട് പോയാൽ ബർമ്മ ഹിന്ദു രാജ്യമായിരുന്നു, മലേഷ്യ ഹിന്ദുമത രാജ്യമായിരുന്നു. അതിനപ്പുറത്ത് തായ്ലൻഡ് ഹിന്ദുമത രാജ്യമായിരുന്നു. അന്നും ഇന്നും ഇപ്പോഴും തായ്ലൻഡ് 80% ഹിന്ദുമത രാജ്യമാണ്. അവിടുത്തെ രാജാവിൻ്റെ പേര് സംസ്കൃതമാണ്, ഭൂമി പോൽ അതുല്യ തേജ്. അതുല്യ തേജസ്സുള്ള ഭൂമിയുടെ രാജാവ്. സിമ്പിൾ സംസ്കൃതമാണ്. തായ്ലൻഡിൻ്റെ പഴയ പേരെന്തുമായിരുന്നു? തായ്ലൻഡിൻ്റെ പഴയ പേര് സയാം. സംസ്കൃതത്തിലെ ശ്യാമദേശം. ശ്യാമദേശമാണ് സയാം എന്നറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കംബോഡിയ, കംബൂച്ചിയ. ആ വാക്ക് തന്നെ സംസ്കൃതമാണ്, കംബോഡിയ. അവിടെ ഇന്ത്യയിൽ നിന്ന് പോയ ഒരു നാഗ രാജവംശം ഭരിച്ചിരുന്നു. നാഗർ എന്ന് പറയുന്നത് ഈ ദേശങ്ങളൊക്കെ ഭരിച്ചിരുന്ന രാജവംശമാണ്. അവിടെ രാജാവായിരുന്നു തക്ഷൻ ഉണ്ടാക്കിയ പട്ടണമാണ് തക്ഷശില, പഴയ യൂണിവേഴ്സിറ്റി. ഡൽഹി നാഗരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. നാഗരാജാവായ തക്ഷനെ അർജുനൻ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ദ്രപ്രസ്ഥം പണിയുന്നത്. മഹാകുംഭമേള നടക്കുന്ന ത്രിവേണിയിലെ രാജാവ് നാഗരാജാവായിരുന്നു.
മൗര്യ രാജവംശം ഭരിക്കാൻ വരുന്നതിന് മുമ്പ് മഗധ ഭരിച്ച രാജവംശം നാഗരാജവംശമായിരുന്നു. മഹാരാഷ്ട്ര ഭരിച്ചൊരു നാഗരാജവംശമായിരുന്നു. അവരുടെ തലസ്ഥാനമാണ് നാഗപുരം. തമിഴ്നാട് ഭരിച്ചിരുന്നത് നാഗരാജവംശമായിരുന്നു. അങ്ങനെയാണ് നാഗപട്ടണം, നാഗരൂർ, നാഗർകോവിൽ തുടങ്ങിയ 108ഓളം നാഗരുടെ പേരുള്ള പട്ടണങ്ങൾ തമിഴ്നാട്ടിലുണ്ടായി. ഈ നാഗരുടെ ഒരു ബ്രാഞ്ച് 2100 കൊല്ലത്തിന് മുമ്പ് കേരളത്തിലേക്ക് വന്നു. കേരളത്തിൽ വന്നപ്പോൾ നാഗർ എന്നുള്ളത് നായർ എന്നായി മാറിപ്പോയി. അങ്ങനെയാണ് നായർ കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത്. ചന്ദ്രഗുപ്ത മൗര്യനോടൊപ്പം തെക്കോട്ട് വന്ന നാഗരുടെ വിഭാഗം കേരളത്തിൽ നിന്ന് നായരായി. ഈ നാഗരാജവംശം ഇവിടുന്ന് കംബോഡിയ പോയി. ആ രാജവംശത്തിലെ രാജകുമാരിയെ ഗണാഠ്യൻ എന്ന് പറയപ്പെടുന്ന തമിഴ്നാട് തീരത്ത് പോയ ഒരു ബ്രാഹ്മണൻ കല്യാണം കഴിച്ചു. അങ്ങനെയാണ് കംബോഡിയൻ രാജവംശം ഉണ്ടായത്. ആ കംബോഡിയയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം. ഇന്ത്യ ഹിന്ദുമത രാജ്യമാണെങ്കിലും ഇന്ത്യയിൽ ഒരിടത്തും അത്ര വലിയൊരു ക്ഷേത്രമില്ല. കംബോഡിയയിലെ അങ്കോർ വാട്ട് എന്നൊരു ക്ഷേത്രം 10 ചതുരശ്ര കിലോമീറ്റർ 5500 ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം ഇങ്ങനെ നിൽക്കുന്നത്. തറയിൽ നോക്കിയാൽ ക്ഷേത്രം മുഴുവൻ കാണാൻ പറ്റിയല്ല. ചാത്തന്നൂരും കല്ലുവാതുക്കലും നിങ്ങളുടെ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം എല്ലാം കൂടെ ചേർത്തൊരു ക്ഷേത്രം പണിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് ആ ക്ഷേത്രം. ആകാശത്ത് നിന്ന് ഹെലികോപ്റ്റർ കീപ്പോട്ട് നോക്കിയെങ്കിലേ ഈ 10 ചതുരശ്ര കിലോമീറ്റർ പറഞ്ഞ ക്ഷേത്രം കാണാൻ പറ്റുള്ളൂ. ലോകത്തിൽ ഒരു മതത്തിനും അത്രയും വലിയ ഒരു ആരാധനാലയം ഇല്ല. കംബോഡിയയുടെ തൊട്ടപ്പുറത്താണ് വിയറ്റ്നാമും ലാവോസും. വിയറ്റ്നാം ഒരു 250 കൊല്ലത്തിന് മുമ്പാണ് വിയറ്റ്കോങ്ങിൽ പിടിച്ചടക്കി വിയറ്റ്നാം എന്ന് പേരിട്ടത്. അതിനു മുമ്പ് ആ രാജ്യം വിയറ്റ്നാം ഒരു ഹിന്ദുമത രാജ്യമായിരുന്നു. ചമ്പ എന്നായിരുന്നു പേര്. ബർമ്മ, മലേഷ്യ, കംബോഡിയ, തായ്ലൻഡ് ഇതൊക്കെ ഉൾപ്പെട്ടത് 3 ഹിന്ദു രാജ്യങ്ങളുടെ കാലത്തായിരുന്നു. ജയ, ശ്രീവിജയ, ചമ്പ എന്നായിരുന്നു 3 രാജ്യങ്ങളുടെ പേരുകൾ. അവിടുത്തെ രാജാവ് നരസിംഹ അവതാരത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം നരസിംഹ അവതാരത്തിന് വേണ്ടി ഒരു ദ്വീപിനെ രൂപപ്പെടുത്തി. അതാണ് സിംഹപുരം. സിംഹപുരമാണ് സിംഗപ്പൂർ എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്നത്. സിംഹമായിരുന്നു അവിടുത്തെ പ്രധാന പ്രതിഷ്ഠാ ക്ഷേത്രത്തിൽ. വിയറ്റ്നാമിൽ നമ്മൾ കടലിലോട്ട് പസഫിക് സമുദ്രത്തിൽ ഇറങ്ങിയാൽ പസഫിക് സമുദ്രത്തിലെ 14 ദ്വീപ സമൂഹങ്ങൾ രാമായണത്തിലെ ശ്രീരാമേന്ദ്ര ഭഗവാന്റെ പേരിലാണ്. രാമേന്ദ്രൻ്റെ പേരിലാണ് 14 ദ്വീപസമൂഹങ്ങളുടെ പേര്. വടക്കോട്ട് പോയാൽ ഈസ്റ്റർ ഐലൻഡ് എന്നൊരു ഐലൻഡ്. സൈന്ധവ നദീ സംസ്കാരത്തിൻ്റെ ലിപി ഇന്ത്യക്ക് പുറത്തുനിന്ന് കിട്ടിയിരിക്കുന്ന ഏക സ്ഥലം ഈസ്റ്റർ ഐലൻഡാണ്. ബ്രിട്ടീഷുകാർ സൈന്ധവ നദീ സംസ്കാരം എന്നൊക്കെ വിളിച്ച് അത് സിന്ധു നദീ തീരത്ത് മാത്രമല്ല, ഇന്ത്യ മുഴുവൻ കഴിഞ്ഞ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയും കഴിഞ്ഞ് അങ്ങ് ഈസ്റ്റർ ഐലൻഡ് വരെ പോയത്. അതുകൊണ്ടാണ് നമ്മുടെ ലിപി ഈസ്റ്റർ ഐലൻഡിൽ നിന്ന് കിട്ടുന്നത്. വടക്കൻ പസഫിക്കിലാണ് ജപ്പാൻ. ജപ്പാൻ പണ്ട് ഭരിച്ചിരുന്നത് ഒരു ഹിന്ദു രാജവംശമായിരുന്നു. ജപ്പാൻ്റെ വേറൊരു പേരാണ് നിപ്പോൺ. നിപ്പോൺ എന്നുള്ള പേര് സംസ്കൃതമാണ്. നിപുണദേശം, നിപുണന്മാരുടെ ദേശം, സ്കിൽഡ് പീപ്പിൾ. അതാണ് ജപ്പാൻ്റെ പഴയ പേര്. കൊറിയ ഒരു ഹിന്ദു രാജ്യം ഭരിച്ച രാജ്യമാണ്. ഇപ്പോൾ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തി പ്രിയങ്കരനായ നരേന്ദ്രമോദി. അവിടെ ഒരു 150ഓളം പേരുള്ള ഡെലിഗേഷൻ കൊറിയയിൽ നിന്ന് വന്നു. കാരണം കൊറിയയിലെ രാജവംശം ശ്രീരാമേന്ദ്ര ഭഗവാന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട അയോധ്യയിലെ ഇക്ഷ്വാകു രാജവംശത്തിലുള്ള രാജകുമാരിയാണ് കൊറിയയിലെ രാജവംശത്തിൻ്റെ ആദ്യത്തെ അമ്മ. അതുകൊണ്ട് ശ്രീരാമേന്ദ്രൻ്റെ രക്തമുള്ളവർ എന്ന് സ്വയം അവകാശപ്പെടുന്ന കൊറിയയിലെ രാജവംശം അവിടെ 150 പേരെ അയച്ചു പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ. നിങ്ങളെല്ലാം ടെലിവിഷനിൽ കണ്ടില്ലേ അവരൊന്നും തൊഴുന്നത്? കാരണം അവർ ഹിന്ദുമത രാജവംശമാണ് കൊറിയയിലെ രാജവംശം. അവിടെ നമ്മൾ ഇന്തോനേഷ്യക്ക് പോയാൽ ഇന്തോനേഷ്യ ഒരു ഹിന്ദുമത രാഷ്ട്രമായിരുന്നു. അത് ശൈലേന്ദ്ര രാജവംശം അറിയപ്പെട്ടിരുന്നു. ശൈലേന്ദ്ര രാജവംശം ഒരു 100 വർഷത്തോളം ഭരിച്ചത് ചോള രാജാക്കന്മാരായിരുന്നു.
തെക്കേ ഇന്ത്യയിലെ ചോളന്മാർ. രാജേന്ദ്ര ചോളൻ്റെ മക്കള് ശൈലേന്ദ്ര രാജവംശത്തിലെ രാജാക്കന്മാരായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ നീളമുള്ള ക്ഷേത്രം ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിൽ നിന്ന് 100 കിലോമീറ്റർ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ബൊറോബുദൂർ ക്ഷേത്രമുണ്ട്. 1.5 കിലോമീറ്റർ നീളമാണ്. മെയിൻ ഗേറ്റിൽ കൂടെ ക്ഷേത്രത്തിൽ കയറിയാൽ 1.5 കിലോമീറ്റർ ക്ഷേത്രത്തിനകത്തൂടെ പോയെങ്കിലേ എൻ്റെ പുറകുവശത്തുള്ളൂ. ലോകത്തിൽ ഒരു മതത്തിനും 1.5 കിലോമീറ്റർ നീളമുള്ള ഒരു ആരാധനാലയം ഇല്ല, ഹിന്ദുമതത്തിനല്ലാതെ. പിന്നീട് ഇതൊരു ബുദ്ധമത കേന്ദ്രമായിട്ട് മാറി ബൊറോബുദൂർ. ഇന്തോനേഷ്യയിലെ ഒരു ദ്വീപ് ബാലി ദ്വീപാണ്. ആ ബാലി ദ്വീപ് 95% ഹിന്ദുക്കളാണ്. SK പൊറ്റക്കാട് ബാലദ്വീപിൽ പോയി. അത് യാത്രാകരണത്തിൽ എഴുതുകയാണ്, നടന്ന് ഞാനങ്ങ് കോഴിക്കോട്ടെ ചേവായൂരിലെത്തിയോ എന്ന് സംശയിച്ചു പോയി. ബാലിദ്വീപുകാരെ കണ്ടാൽ മലയാളികളെ പോലിരിക്കും. ബാലിദ്വീപിലെ ക്ഷേത്രങ്ങൾ പണിയാൻ വേണ്ടി ആശാരിയും കൊല്ലനും തട്ടനൊക്കെ പോയത് കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ട് കേരളത്തിലെ ക്ഷേത്രത്തിൻ്റെ സെയിം റിപ്ലിക്കാണ് ബാലിദ്വീപിലെ ക്ഷേത്രം. നമ്മൾ ഇന്തോനേഷ്യയിൽ ഇപ്പോഴത്തെ ഫോറിൻ മിനിസ്റ്റർ ആരാണ്? ഫോറിൻ മിനിസ്റ്റർ സരസ്വതി, ബ്രാഹ്മണ സ്ത്രീയാണ്. ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രമാണ്. 22,000 ദ്വീപുകളാണ് ഇന്തോനേഷ്യയിൽ. രാജ്യത്തിന് പേരിട്ടപ്പോൾ അവർ ഇൻഡോ ഏഷ്യ, ഇന്ത്യ എന്നുള്ള പേര് അവരാണ് റീറ്റെയിൻ ചെയ്തു. ഹിന്ദു ഏഷ്യ ആണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. ഇന്തോനേഷ്യ നമ്മൾ കടലിലോട്ട് പോയാൽ ഫിജി എന്നൊരു ദ്വീപുണ്ട്. 70% ഹിന്ദുക്കളാണ്, ഹിന്ദു പുരുഷാണ് ഈ ഫിജിയിൽ. ഫിജി ചെല്ലുമ്പോൾ അവിടെ ഒരു ദ്വീപുണ്ട്, രമണക ദ്വീപ്. അവിടുത്തെ ആളുകൾ പറയുന്നു, ഞങ്ങൾ കാളിയന്മാരാണ്, ഞങ്ങളെ ഭഗവാൻ കൃഷ്ണൻ യമുനയുടെ തീരത്ത് നിന്ന് ഓടിച്ചാണ് എന്നാണ് അവർ പറയുന്നത്. അവരിത് പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഭാഗവതം വായിച്ചാൽ, ഭാഗവതം 10-ാം സ്കന്ധത്തിൽ കാളന്തി നദി വിഷലിപ്തമാക്കിയപ്പോൾ ഭഗവാൻ ഒരാൽമരത്തിന് മുകളിൽ നിന്ന് ഈ പാമ്പിൻ്റെ തലയോട്ടെടുത്ത് ചവിട്ടി മരിച്ചെന്നും, അപ്പോൾ കാളിയൻ 2 ഭാര്യമാരുണ്ടായിരുന്നു. അവരൊന്ന് പറഞ്ഞു, ഭഗവാനെ ഭർത്താവിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു. ഭഗവാൻ ചിരിച്ചു. അപ്പോൾ കാളിയൻ 4 ആൺമക്കളുണ്ടായിരുന്നു. അവർ 4 ഭഗവാന്റെ അടുത്ത് ഭഗവാനെ അച്ഛനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാളിയൻ എന്ന് പറഞ്ഞാൽ പാമ്പാണെന്ന് അതിന് തിരിച്ചുകളയരുത്. കാളിയൻ എന്ന് പറഞ്ഞാൽ കാളിയെ ആരാധിക്കുന്ന ഒരു നാഗരാജവംശമായിരുന്നു. അതുകൊണ്ടാണ് കാളിയൻ എന്ന് വിളിക്കണം. ഭഗവാൻ പറഞ്ഞു, കാളിയാ, നീ നിൻ്റെ ഭാര്യയും മക്കളെയും കൂട്ടി കടൽ കടന്നിട്ട് 4000 യോജനയ്ക്ക് അപ്പുറത്ത് ജീവിച്ചോളാൻ പറഞ്ഞു. ഇതാ ഇന്ത്യയിൽ 4000 കിലോമീറ്റർ ചെല്ലുമ്പോൾ ഈ രമണക ദ്വീപ് എന്നൊരു ദ്വീപ്, ഭഗവാൻ പറഞ്ഞത് രമണക ദ്വീപ് പോയി ജീവിക്കാം. രമണക ദ്വീപ് എന്നൊരു ദ്വീപ്, അവിടെ കാളിയന്മാരുടെ ജനവിഭാഗം. അവർ പറയുന്നു ഭഗവാൻ കൃഷ്ണൻ അവരെ കാളിനരത്തിരുന്ന് ഓടിച്ചാണ്. എന്തൊരു സാമ്യം! അവിടെ നമ്മൾ തെക്കോട്ട് പോയാൽ ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും മവോറികൾ എന്നൊരു ജനവിഭാഗമാണ് താമസിക്കുന്നത്. യുവന്മാർ എവിടെ നിന്ന് വന്നു അതറിയാൻ വേണ്ടി ശാസ്ത്രജ്ഞന്മാർ അവരുടെ രക്തം എടുത്ത് ചെക്ക് ചെയ്തു. അപ്പോഴാണ് മനസ്സിലാവുന്നത് തമിഴ്നാട്ടിലെ ഇരുളരുടെയും കേരളത്തിലെ ഉള്ളാടന്മാരുടെയും DNA ആണ് മൗറികളുടെ. അവർ ഇന്ത്യയിൽ നിന്ന് പോയവരാണ്. അവരുടെ പുണ്യക്ഷേത്രത്തിലൊരു മണിയുണ്ട്. ആ മണിയിൽ പരമശിവൻ്റെ പേര് തമിഴിൽ കൊത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഹിന്ദുമതം എന്നൊക്കെ പറയുന്ന സനാതനമോ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിൽ മാത്രമുള്ള എന്തോ എന്ന് ധരിച്ചാളത്. ഏഷ്യയും യൂറോപ്പും ആഫ്രിക്കയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയും ഓസ്ട്രേലിയയും ഒക്കെ അടങ്ങുന്ന, പസഫിക് സമുദ്രമൊക്കെ അടങ്ങുന്ന 146 രാജ്യങ്ങളിൽ ഗോപക്തപ്പിയുടെ കാലം മുതൽ 10,000 വർഷം മുമ്പ് മുതൽ ഉള്ള സമുദായമാണ്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ കണ്ടെത്തിയ എന്താണ്? പരമശിവൻ്റെ രൂപം. അതിനെ പശുപതി എന്ന് വിളിച്ചു. ലിംഗാരാധനയുടെ രൂപങ്ങൾ 5000 കൊല്ലത്തിന് മുമ്പ് ഇന്ത്യയുടെ ഏറ്റവും പഴക്കമുള്ള സംസ്കാരമാണ്. അവിടുന്ന് കണ്ടെത്തിയത് പരമശിവൻ്റെ പ്രതിഷ്ഠയാണ്. അപ്പോൾ ഈ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ സനാതനധർമ്മത്തെ മനസ്സിലാക്കണം. ലോകത്തിലൊരു സംസ്കാരം 300 വർഷം വിദേശാധിപത്യത്തിൽപ്പെട്ടാൽ പിന്നെ ആ സംസ്കാരം ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. ഗോൺ ഫോർ എവർ. ഈജിപ്ഷ്യൻ സംസ്കാരം തിരിച്ചു വന്നില്ല, സുമേറിയൻ സംസ്കാരം തിരിച്ചു വന്നില്ല, ബാബിലോണിയൻ സംസ്കാരം തിരിച്ചു വന്നില്ല, അസിറിയൻ സംസ്കാരം തിരിച്ചു വന്നില്ല, ഇൻഡസ് വാലി സിവിലൈസേഷൻ തിരിച്ചു വന്നില്ല, റോമൻ സംസ്കാരം തിരിച്ചു വന്നില്ല,
ഗ്രീക്ക് സംസ്കാരം തിരിച്ചു വന്നില്ല. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി 700 കൊല്ലം വിദേശാതിരിൽപ്പെട്ട ശേഷം 500 കൊല്ലം മുസ്ലിങ്ങളും 200 കൊല്ലം ബ്രിട്ടീഷുകാരും ഭരിച്ച ശേഷം ഇന്ത്യ സടകുടഞ്ഞ് എഴുന്നേറ്റ് 1947 സ്വതന്ത്രമായി. ലോക ചരിത്രത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഹിന്ദു മതം അല്ലാതെ ഒരു മതവും രക്ഷപ്പെട്ടിട്ടില്ല. മോർ ദാൻ 300 years വിദേശാധിപത്യം വന്നാൽ ഗോൺ ഫോർ എവർ. ഇന്ന് ഇന്ത്യയിൽ നിന്ന് 3.5 കോടി NRIs ലോകത്തിൻ്റെ പല ഭാഗത്തും ജീവിക്കുകയാണ്. അമേരിക്കയിൽ ഇന്ത്യക്കാർ 60 ലക്ഷം വന്നു. അവിടുത്തെ ഒരു മാസം മുമ്പ് ഒരു വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, തമിഴ്നാട്ടുകാരിയായ ഒരു ബ്രാഹ്മണ സ്ത്രീ പ്രസവിച്ച ഒരു ഹിന്ദു. ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് വാൻസിൻ്റെ ഭാര്യ ആന്ധ്രാക്കാരിയായ ഉഷ, വേറൊരു സനാതന ധർമ്മി. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ 200 വർഷം ഭരിച്ചു. അവസാനം 6 മാസം മുമ്പ് വരെ ബ്രിട്ടനെ ഭരിച്ച പ്രധാനമന്ത്രി സനാതന ധർമ്മിയായ സന്ധ്യാമം വിളക്ക് കത്തിച്ച് രാമരാമ രാമ മഹിമ പാടുന്ന ഋഷി ഭക്ത പരമ്പരയുടെ പേരുള്ള ഋഷി സുനാക് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി മാറി. മൊറീഷ്യസിൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഹിന്ദുക്കളാണ്. സിംഗപ്പൂരിനെ മഹത്തരമാക്കിയ ലീ ക്വാൻ യു, അയാളുടെ പ്രസിഡന്റ് ആരായിരുന്നു? രാജൻ ദേവൻ നായർ. നാഗർകോവിൽക്കാരനായ ഒരു നായരായിരുന്നു 12 കൊല്ലം സിംഗപ്പൂരിൻ്റെ പ്രസിഡന്റ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? മധുരക്കാരനായ ഷൺമുഖ സുന്ദരം, വേറൊരു സനാതന ധർമ്മി. ന്യൂസിലൻഡിൻ്റെ ഫോറിൻ മിനിസ്റ്റർ ആരാണ്? പ്രിയങ്ക നായർ. അങ്കമാലിക്കാരിയായ നായർ സ്ത്രീയാണ് ന്യൂസിലൻഡിൻ്റെ ഫോറിൻ മിനിസ്റ്റർ. അമേരിക്കൻ പാർലമെൻറ്റിൽ 7 MP ഹിന്ദുക്കളാണ്. ട്രംപിൻ്റെ ക്യാബിനറ്റിൽ 3 പ്രധാന വകുപ്പ് ഇന്ത്യക്കാർക്കാണ്, ഹിന്ദുക്കൾക്കാണ്. രാമസ്വാമിയും ഒക്കെ ഉൾപ്പെട്ട 3 പേർ. കനേഡിയൻ പാർലമെൻറ്റിൽ 5 ഹിന്ദുക്കൾ MP, 2 മന്ത്രിമാർ ഹിന്ദുക്കൾ. ലോകബാങ്കിൻ്റെ ചെയർമാൻ ആരാണ്? ഇന്ത്യക്കാരൻ. എക്കണോമിക് ഹെഡിൻ്റെ ചെയർമാൻ ആരാണ്? ഇന്ത്യക്കാരൻ. സിലിക്കൺ വാലി പോയാൽ ഇംഗ്ലീഷ് അറിയണമെന്ന് തന്നെയില്ല. ഇന്ത്യയിലെ ഹിന്ദിയൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ആളുകൾക്ക് മനസ്സിലാവും. കാരണം 40% ശാസ്ത്രജ്ഞന്മാർ ഹിന്ദുക്കളാണ്, ഇന്ത്യക്കാരാണ്. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നാസയിൽ പോയാൽ 30% ശാസ്ത്രജ്ഞന്മാർ ഇന്ത്യക്കാരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമിക്സ് 100 പേരുടെ പേര് പബ്ലിഷ് ചെയ്തപ്പോൾ അതിൽ 5 പേർ ഇന്ത്യക്കാരാണ്, 5 of them. അപ്പോൾ ഇന്ന് ലോകത്തിലെ 13 രാഷ്ട്രങ്ങളിൽ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ 2 കോടിയോ ഹിന്ദുക്കളാണ്. ലോകത്തിലെ 18ഓളം രാജ്യങ്ങളിൽ മന്ത്രിസഭയിൽ ഹിന്ദുക്കൾ അംഗങ്ങളാണ്. ഇത് കല്ലുവാതുക്കൽ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃത്യമായി മനസ്സിലായിക്കോണം. 6 ഭൂഖണ്ഡങ്ങളിൽ പരന്നു കിടക്കുന്ന വിശാലമായ സനാതനധർമ്മത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ ആ സനാതനധർമ്മം വിശ്വസിക്കുമ്പോൾ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ക്ഷേത്രം ഉണ്ടായത് 4 ഘട്ടങ്ങളായിട്ടാണ്. ആദ്യം ഉണ്ടായത് കാവായിരുന്നു. ആ കാവ് പിന്നെ കോവിലായി, കോവിൽ പിന്നെ അമ്പലമായി, അമ്പലം പിന്നെ ക്ഷേത്രമായി. കാവെന്ന് പറഞ്ഞാൽ ഈശ്വരനെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ സങ്കല്പിച്ചു. ആ മരത്തിനോ ആ കാടിനോ യാതൊരു ഭംഗവും വരാതെ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ചു. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിച്ചു. അപ്പോൾ അത് കാവായി. കാവ് പിന്നെ കോവിലായി. ആ ഈശ്വര സങ്കല്പം, ആ വിഗ്രഹത്തിന് മഴയും വെയിലും ഉണ്ടാകാതിരിക്കാൻ മുകളിലൊരു റൂഫ് ഉണ്ടാക്കി. അതിന് ചുറ്റും മൃഗങ്ങളൊക്കെ കയറി ഈ വിഗ്രഹത്തെ ഉപദ്രവിക്കാതിരിക്കുക. പട്ടിയൊക്കെ വിഗ്രഹത്തിനടുത്ത് വന്നാൽ വിഗ്രഹമാണെന്ന് പട്ടിക്ക് മനസ്സിലാവുമോ? പട്ടിയുടെ സ്ഥിരം പരിപാടി ചെയ്തത്. അതോടെ അതിന് ചുറ്റും ഒരു മതിൽ പണിഞ്ഞു. അപ്പോൾ കാവ് കോവിലായി. കോവിൽ പിന്നെ അമ്പലമായി. അമ്പലം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ഒരു ഗൃഹസ്ഥാശ്രമിയെ സങ്കല്പിച്ചു. ആ കെട്ടിടത്തിനൊരു വരാന്ത, ഒരു ഗർഭഗൃഹം, അവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ചു.
ആ വീടിന് 5 മുറി. ഇപ്പം മേൽക്കൂരയുണ്ട്. പിന്നെ ആ അമ്പലത്തിൻ്റെ വസ്തുക്കൾ കയ്യേറാതിരിക്കാൻ വേണ്ടി വസ്തുക്കൾക്ക് ചുറ്റും ഒരു മതിൽ പണിഞ്ഞു. അപ്പോൾ കോവിൽ അമ്പലമായി. ആ അമ്പലം അടുത്ത സ്റ്റേജിലാണ് ക്ഷേത്രമായി മാറുന്നത്. ക്ഷേത്രമാവുമ്പോൾ അതിന് 9 ഘടകങ്ങൾ വേണം. അതിനൊരു ഗോപുരം വേണം, അതിനൊരു ഗർഭഗൃഹം വേണം, അതിനൊരു പ്രതിഷ്ഠ വേണം, അതിനൊരു കൊടിമരം വേണം, അതിനൊരു കൊടി വേണം, അതിനൊരു ബലിത്തറ വേണം. ഇങ്ങനെ 9 ഘടകങ്ങൾ ചേരുമ്പോഴാണ് ക്ഷേത്രമായി മാറുന്നത്. അപ്പോൾ എങ്ങനെയാണ് കാവുണ്ടായത്? കാവ് എങ്ങനെ കോവിലായി? കോവിലെങ്ങനെ അമ്പലമായി? അമ്പലം എങ്ങനെ ക്ഷേത്രമായി? ഇത് കൃത്യമായി ഓരോ ക്ഷേത്രത്തിൻ്റെയും പ്രത്യേകത മനസ്സിലാക്കണം. ക്ഷേത്രങ്ങളുടെ കൺസ്ട്രക്ഷനിൽ ശ്രദ്ധേയമായ പാഠങ്ങൾ ആണ് പ്രദർശിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ക്ഷേത്രത്തെപ്പറ്റി എനിക്ക് വിശദമായി അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് പ്രസിദ്ധമായ പത്മനാഭസ്വാമി ക്ഷേത്രം, അത് ഒരു പുലയ സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പുലയ രാജകുമാരിയുടെ വസ്തുവായിരുന്നു. തിരുവനന്തപുരം ജില്ല ഭരിച്ചിരുന്ന പുലയന്മാരാണ്. അവരുടെ രാജാവായിരുന്നു പുലയനാർ. അദ്ദേഹത്തിൻ്റെ കോട്ടയാണ് പുലയനാർ കോട്ട. അവസാനത്തെ രാജാവായ മഹാകാളിയനെ പരാജയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിച്ചു തിരുവനന്തപുരത്തെ രാജാവ്. നെടുമങ്ങാട്ട് രാജവംശം പുലയ രാജവംശമായിരുന്നു. ആ പുലയ രാജവംശത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ആ സ്ഥലം പത്മനാഭസ്വാമിന് കൊടുത്തത്. 1000 കൊല്ലത്തിന് മുമ്പ് അവിടെ ക്ഷേത്രം പണി. ആ ക്ഷേത്രം ചെല്ലുമ്പോൾ അതിൻ്റെ പ്രത്യേകത കൃത്യമായി മനസ്സിലായി വന്നു. ആ ക്ഷേത്രത്തിൻ്റെ അവിടെ വിഷു 1-ാം തീയതി രാവിലെ ആവുമ്പോൾ മേൽക്കൂരയിൽ നിന്നൊരു സൂര്യരശ്മി നേരെ വന്ന് പത്മനാഭസ്വാമിയുടെ വലത്തെ കാലിൻ്റെ തള്ളവിരലിൻ്റെ നഖത്തിൽ വന്ന് മുട്ടി നിൽക്കും. സൂര്യഭഗവാൻ പത്മനാഭസ്വാമി വണങ്ങുന്നു എന്ന് സങ്കല്പം. പകൽ നോക്കിയാൽ ദ്വാരം കാണുമോ? ഇല്ല. മഴ പെയ്താൽ ദ്വാരത്തിൽ കൂടെ വെള്ളമൊത്ത് വരുമോ? ഇല്ല. പക്ഷേ 1000 വർഷത്തിന് മുമ്പ് വിഷുവിൻ്റെ ഒന്ന് രാവിലെ സൂര്യൻ എവിടെയായിരിക്കാം അതിൻ്റെ പൊസിഷനെന്ന് കൃത്യമായി അവർ ഗണിച്ചു. ആ രാജാവും ആ ശില്പിയും ആ പൂജാരിയും കൂടി കറക്റ്റ് അവിടെ ദ്വാരം ഇട്ടു. വിഷുവിൻ്റെ ഒന്ന് രാവിലെ ലോകം മുഴുവൻ അവിടെ വരും. BBC വേൾഡ് സർവീസ് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തു, വോയിസ് ഓഫ് അമേരിക്ക ബ്രോഡ്കാസ്റ്റ് ചെയ്തു, CNN ബ്രോഡ്കാസ്റ്റ് ചെയ്തു, വിയോൺ ബ്രോഡ്കാസ്റ്റ് ചെയ്തു. ഇങ്ങനെ ലോകം മുഴുവൻ അത് കണ്ടു. 1000 വർഷത്തിന് മുമ്പ് അത് പണിഞ്ഞ രാജാവിനും പൂജാരിക്കും ശില്പിക്കും എത്ര വലിയ അറിവാണുള്ളത്. ആ ക്ഷേത്രത്തിനൊരു ഗോപുരമുണ്ട്, 7 നിലയാണ്. ആ ഗോപുരത്തിൻ്റെ ഓരോ നിലയിലും നടുക്കൊരു ചതുര ദ്വാരമുണ്ട്, അപ്പുറം ഇപ്പുറം കാണാം. സമ്മർ സോൾസീസിനും വിൻ്റർ സോൾസീസിനും ജൂൺ 21 ഡിസംബർ 22 രാവിലെ 7:30 മണിയാകുമ്പോൾ ആദ്യം 7:30 മണിയാകുമ്പോൾ മുകളിലത്തെ ചതുരം സൂര്യൻ വന്ന് നിറയും. 9 മണിയാകുമ്പോൾ താപ്പോട്ട് 2-ാം ചതുരം നിറയും. 10:30 മണിയാകുമ്പോൾ 3-ാം ചതുരം നിറയും. അങ്ങനെ 6 ചതുരങ്ങളും സൂര്യഭഗവാൻ കയറി നിറഞ്ഞ ശേഷം ഉച്ച കഴിയുമ്പോൾ സൂര്യഭഗവാന്റെ യാത്ര തുടരുകയാണ്. 1000 കൊല്ലത്തിന് മുമ്പ് ജൂൺ 21 ഡിസംബർ 22 സൂര്യൻ്റെ രശ്മികൾ ഏത് ഡയറക്ഷന് വരുമെന്ന് 1000 കൊല്ലത്തിന് മുമ്പ് ശില്പികൾ മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ആ രീതിയിൽ അത് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര, അതിൻ്റെ ഭാരം 365 തൂടിലാണ് ഭാരം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു സൗരവർഷം 365 ദിവസമാണെന്ന് സായിപ്പന്മാർക്ക് മനസ്സിലായത് 1584 ഗ്രിഗോറിയൻ കാലണ്ടർ സെറ്റ് ചെയ്തപ്പോഴാണ്. പക്ഷെ 1000 കൊല്ലത്തിന് മുമ്പ് പത്മനാഭസ്വാമി ക്ഷേത്രം പണിഞ്ഞ ശില്പിക്കും രാജാവിന് അറിയായിരുന്നു ഒരു സൗരവർഷം 365 ദിവസമാണ്. ജനുവരി 1 സൂര്യൻ നിൽക്കുന്ന ഒരു തൂൺ, ജനുവരി 2 നിൽക്കുന്ന 2-ാമത്തെ തൂൺ, ജനുവരി 3 അവിടെ 4-ാമത്തെ തൂൺ,
അങ്ങനെ 365 തൂണുകൾ കഴിഞ്ഞാൽ 366-ാമത്തെ തൂണിന് മറ്റു തൂണുകളുടെ 4/1 ഹൈറ്റേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് ലീപ്പ് ഇയർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. 365 ദിവസമാണ് ഒരു സൗരവർഷമെന്ന് സായിപ്പ് ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചതിനേക്കാൾ 500 വർഷം മുമ്പ് ഇന്ത്യയിലെ തിരുവനന്തപുരത്തെ രാജാവിനും ശില്പിക്കും അറിയായിരുന്നു. 1 സോളാർ ഇയർ 365 ദിവസമാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ പോയാൽ പുരുഷന്മാർ സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ട് വലത്തെ ചെവി തറയിൽ മുട്ടിക്കണം. സ്ത്രീകൾ ഇടത്തെ ചെവി തറയിൽ മുട്ടിച്ചു കഴിഞ്ഞാൽ 5 കിലോമീറ്റർ അപ്പുറത്ത് ശംഖുവും കടപ്പുറത്ത് തിരമാലയടിക്കുന്ന ശബ്ദം ഭക്തൻ്റെ ചെവിയിലവിടെ കിട്ടും. ആണ്ടിൽ 2 തവണയാണ് പത്മനാഭ സ്വാമിയെ ശംഖുമുഖത്ത് കുളിപ്പിക്കാൻ കൊണ്ടുവന്ന്, ആറാട്ടിന് കൊണ്ടുവന്ന്. ആ കൊണ്ടുപോകുന്ന 2 ദിവസവും ശംഖുമുഖത്തുള്ള തിരുവനന്തപുരം എയർപോർട്ടിൽ ഒരു വിമാനം ഇറങ്ങിയില്ല. കാരണം ആ വിമാനം ഇറങ്ങുന്ന ടാർമാക്കി കൂടാണ് പത്മനാഭ സ്വാമിയെ കുളിപ്പിക്കാൻ കൊണ്ടുവന്നത്. പത്മനാഭ സ്വാമിയെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ആ കടവിൽ അടിക്കുന്ന തിരമാലയുടെ ശബ്ദമാണ് ഇവിടെ ഭക്തൻ്റെ ചെവി കിട്ടുന്നത്. ഇന്ന് പോലും സായിപ്പിന് ഭൂമിക്കടി കൂടെ 5 കിലോമീറ്റർ ശബ്ദം കൊണ്ടുപോകാൻ അറിഞ്ഞുകൂടാ. അവന് വയറിൽ കൂടെ കൊണ്ടുപോകും, വയർലെസ്സിൽ കൂടെ കൊണ്ടുപോകും. പക്ഷേ മണ്ണിനിടയിൽ കൂടെ ശബ്ദം കൊണ്ടുവരാൻ സായിപ്പിനെ കൂടെ പറ്റിയല്ല. പക്ഷെ 1000 കൊല്ലത്തിന് മുമ്പ് 5 കിലോമീറ്റർ അപ്പുറത്ത് തിരമാലടിക്കുന്ന ശബ്ദം കൃത്യമായി അനന്തശയനിക്കുന്ന പത്മനാഭ സ്വാമിയുടെ മുമ്പിൽ സാഷ്ടാംഗം ഭക്തൻ്റെ ചെവി കിട്ടും. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ 2000 യക്ഷികളെ കൊത്തിവെച്ചിട്ടുണ്ട്. പക്ഷെ 1ാമത്തെ യക്ഷി 2ാമത്തെ യക്ഷിയിൽ നിന്ന് വ്യത്യസ്തമാണ്, 2ാമത്തെ യക്ഷി 3ാമത്തെ യക്ഷിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു യക്ഷിയുടെ മൂക്കിന് നീളക്കൂടുതലുണ്ടാവും, അടുത്ത യക്ഷിക്ക് ചെവിക്ക് നീളക്കൂടുതലായിരിക്കും, അടുത്ത യക്ഷിക്ക് വലത്തെ കാലിന് ഇച്ചിരി വണ്ണക്കൂടുതലായിരിക്കും, 4ാമത്തെ യക്ഷിക്ക് ഇടത്തെ കാലിന് വണ്ണക്കൂടുതലായിരിക്കും, മൂക്കിലുള്ള മൂക്കൂത്തി വ്യത്യാസമായിരിക്കും. 2000 യക്ഷികളെ കൊത്തിയപ്പോൾ 2000 ഡിഫറെൻ്റ് യക്ഷി പെർമുട്ടേഷൻ കോമ്പിനേഷൻ ഇസ് ചേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് 2000 ഡിഫറെൻ്റ് യക്ഷീസ് ആർ ദേർ. ഞാനൊരു ഉദാഹരണം പറഞ്ഞ കേട്ടോ. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് 100-ലേറെ പ്രത്യേകതകളുണ്ട്. ഒരു 5 ഞാൻ ഉദാഹരണം പറഞ്ഞ. ഞാൻ കോട്ടയം എസ് പി ആയിരുന്നു. ഞാൻ എസ് പി ആയിരിക്കുമ്പോഴാണ് ഏറ്റുമാനൂർ ഉത്സവം. 7.5 പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ. ഭക്തന്മാർക്ക് ഉത്സവം കണ്ടാൽ മതി. ഞങ്ങളെപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉറക്കമില്ല. കാരണം 7.5 പൊന്നാന എന്ന് പറയുന്നത് 780 പവനാണ്. ഇപ്പോഴത്തെ വിലയ്ക്ക് 4.5 കോടി രൂപ. ഈ 4.5 കോടി രൂപ അടിച്ചെടുക്കാൻ വേണ്ടി ടെററിസ്റ്റുകളോ കൊള്ളക്കാരോ ഒന്ന് വെടിയൊക്കെ വെച്ചിട്ട് പൊക്കിക്കൊണ്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോയാൽ എന്തൊരവസ്ഥയാണ്. ഞാൻ 50 പോലീസുകാർക്ക് തോക്ക് കൊടുത്തു. എന്നിട്ടൊരു ഉത്തരവ് അടിച്ചു കൊടുത്തു. ഇഫ് എനിബഡി ട്രൈ ടു ടേക്ക് അവേ 7.5 പൊന്നാന, ഷൂട്ട് ഹിം ഡെഡ് ഓൺ ദ സ്പോട്ട്. ഫർദർ ഓർഡറൊന്നും വേണ്ട, വെടിവെച്ച് കൊന്നേക്കാൻ ഉത്തരവിട്ടിരിക്കുക. ഞാൻ റിവോൾവർ എടുത്ത് 6 ഉണ്ടയൊക്കെ നിറച്ച് ഉടുപ്പിനടി പിടിച്ചിരിക്കുകയാണ്, ആരെല്ലാം വന്നാൽ വെടിവെക്കാനായിട്ട്. 4.5 കോടി രൂപയുടെ സാധനം അടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കൊള്ളക്കാരും ശ്രമിച്ചു, സ്റ്റീഫൻ ഉൾപ്പെടെ. പക്ഷെ ഒറ്റ കൊള്ളക്കാരന് 7.5 പൊന്നാൻ്റെ അടുത്തങ്ങ് എത്താൻ പറ്റിയില്ല. ഒരു സാധാരണ മനുഷ്യൻ്റെ ഞാൻ അമ്പരുന്നത് എന്താ സംഭവം. ഞാൻ എസ് പി ആയിട്ടുള്ളപ്പോൾ ഞാനിവിടെ നിന്നിട്ടാണ് ഈ പൊന്നാന എടുക്കാൻ. ഞാനവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് 7 സ്ഥലത്ത് നിന്ന് 7 താക്കോൽ വന്നു. ആദ്യം പ്രധാന പുരോഹിതൻ കറക്കി, 2ാമത്തെ പുരോഹിതൻ കറക്കി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കറക്കി, പിന്നെ സെക്രട്ടറി കറക്കി, പിന്നെ ട്രഷറർ കറക്കി. എല്ലാം കൂടി 7 പേര് 7 സ്ഥലത്ത് നിന്ന് താക്കോൽ കൊണ്ടുവന്ന് അനുക്രമമായി കറക്കിയെങ്കിലേ അറ തുറക്കും. 2ാമത്തവൻ കറക്കിയിട്ട് 4ാമത്തവൻ കറക്കി അറ തുറക്കുകയില്ല. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഞാൻ 7 താക്കോലും കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ലെൻസ് വെച്ച് വളരെ കൃത്യമായിട്ട് നോക്കി. എനിക്കൊരു ചുക്കും മനസ്സിലായില്ല. ഈ താക്കോലിനകത്ത് എവിടെയാണ് ഈ ഡിഫറൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. 7 പേരും കൂടെ ഒത്തിട്ടൊരു മോഷണം ഇമ്പോസിബിളാണ്. ഒരുത്തനെങ്കിലും നേരുന്നറിയുള്ളവൻ കാണും. അതുകൊണ്ട് 1000 കൊല്ലമായി ഒരു കള്ളനും 7.5 പൊന്നാൻ്റെ അടുത്തങ്ങ് എത്താൻ പറ്റിയില്ല. പൂജാരി എന്നോട് പറഞ്ഞു,
സാറേ, ഒന്നാമത്തെ ആനയിൽ നിന്ന് വ്യത്യസ്തമാണ് രണ്ടാമത്തെ ആന, രണ്ടാമത്തെ ആനയിൽ നിന്ന് വ്യത്യസ്തമാണ് മൂന്നാമത്തെ ആന. 7.5 പൊന്നാന, 8 ഡിഫറെൻ്റ് ആനകളാണ്. ഞാനതുവരെ വിചാരിച്ചിരുന്നത് ഒരു റെപ്ലിക്കാണെന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ഒന്നാമത്തെ ആനയുടെ കൊമ്പിൻ്റെ നീളമല്ല സാറേ രണ്ടാമത്തെ ആനയുടെ, രണ്ടാമത്തെ ആനയുടെ തുമ്പക്കയുടെ നീളമല്ല മൂന്നാമത്തെ ആനയ്ക്ക്. ഇദ്ദേഹം പറഞ്ഞ ഡിഫറൻസ് വെച്ച് ഞാൻ പിന്നെ ആനകളെ പോലെ തന്നെ തുറിച്ചു നോക്കി. അപ്പോഴാണ് മനസ്സിലാവുന്നത് 7.5 പൊന്നാന 8 ഡിഫറെൻ്റ് ആനകളാണ്. 8 ഡിഫറെൻ്റ് ആനകൾ. ഓരോ ക്ഷേത്രത്തിൻ്റെയും നിർമ്മിതിയിൽ നമ്മുടെ പൂർവികർ കാണിച്ച അത്ഭുതം നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഇന്ത്യൻ എക്സ്പ്രസ് കേരളത്തിലെ 108 പ്രധാന ക്ഷേത്രങ്ങളുടെ പ്രത്യേകത, അതിൻ്റെ ചരിത്രം, അതിൻ്റെ ഐതിഹ്യം, അവിടുത്തെ പ്രതിഷ്ഠയുടെ ഫോട്ടോ, ഇതെല്ലാം വെച്ച് ഒരു പുസ്തകം എഴുതി. കേരളത്തിലെ 108 പ്രധാന ക്ഷേത്രങ്ങൾ. 1000 രൂപയുടെ പുസ്തകമാണ്. ഞാൻ 1000 രൂപ കൊടുത്തൊരു പുസ്തകം വാങ്ങിച്ചു. ഞാൻ ആ ഓരോ ക്ഷേത്രത്തിൽ ഉണ്ടാക്കിയിട്ട് എൻ്റെ അത്ഭുതം വായിച്ച് അമ്പരന്ന് പോവുകയാണ്. മറ്റു പല മതങ്ങൾക്കും നീളവും വീതിയുള്ളൊരു വലിയ കെട്ടിടം, ഒരു വലിയ ഗോപുരം, ഇത്രേ ഉള്ളൂ. പക്ഷേ സനാതനധർമ്മത്തിൻ്റെ ഓരോ ക്ഷേത്രവും അത്ഭുതം ഉണ്ടാക്കുന്ന ക്ഷേത്രങ്ങളാണ്. ഈ ക്ഷേത്രത്തിലെ വിശ്വാസികൾ, ഞാനൊരു ക്രിസ്ത്യാനിയുണ്ട്, എനിക്ക് അകത്ത് കയറാൻ വയ്യ, നിങ്ങളതിനകത്ത് കയറി ഇവിടുത്തെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്, അത് കൃത്യമായി മനസ്സിലാക്കണം. കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുക. അയ്യപ്പ ഭഗവാൻ ശാസ്താവാണ്. ആ ശാസ്താവെന്ന് വാക്ക് മലയാളത്തിൽ ശാസ്തനായി. അങ്ങനെ ശാസ്താംകോട്ട ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങൾ. മലയാളത്തിൽ ഈ ശാസ്തൻ പിന്നെ ചാത്തനായി. അങ്ങനെ ചാത്തനോട് ഉൾപ്പെട്ട സ്ഥലങ്ങൾ. അപ്പോൾ ശാസ്താവ് എങ്ങനെയാണ് ശാസ്തനായത്, ശാസ്ത്രൻ എങ്ങനെയാണ് ചാത്തനായത്, എങ്ങനെയാണ് ഈ അയ്യപ്പൻ കുട്ടിച്ചാത്തനായത്, ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ വിശ്വാസം ഞാൻ അധികം കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ചരിത്രവും അതിൻ്റെ ഐതിഹ്യവും കൃത്യമായി മനസ്സിലാക്കണം. മനസ്സിലാക്കുമ്പോഴാണ് കൃത്യമായി നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്. അങ്ങനെയുള്ളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത മനസ്സിലാക്കണം. ഒരു സ്ഥലത്ത് 3 ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ ആ 3 സ്ഥലത്തും ഇരിക്കുന്ന ഒരേ പരമശിവനല്ല, സങ്കല്പത്തിൽ ഒന്നാണ്. പക്ഷെ പ്രതിഷ്ഠയിൽ കൃത്യമായി വ്യത്യാസമുണ്ടാകും. ആ വ്യത്യാസം അനുസരിച്ച് ആ ഭഗവാന്റെ സങ്കല്പം എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തുമതം ഉൾപ്പെടെ ഞങ്ങളുടെ മതങ്ങളിലൊക്കെ ഈശ്വരന് ഒരൊറ്റ പേരോ. യഹൂദന്മാർ യാവേ എന്ന് വിളിക്കും, ഞങ്ങൾ ക്രിസ്തുവേ എന്ന് വിളിക്കും, മുസ്ലിങ്ങൾ അള്ളാഹുവേ എന്ന് വിളിക്കും. ഹിന്ദുക്കൾക്ക് അങ്ങനെയല്ല. ഹിന്ദുക്കൾക്ക് ഈശ്വര സങ്കല്പം വളരെ പ്രത്യേകതയാണ്. ശിവക്ഷേത്രത്തിൽ ചെന്നിട്ട് ഭഗവാനെ എന്താ പേരെന്ന് ചോദിച്ചാൽ ശിവ സഹസ്രനാമ സ്തോത്രം. പരമശിവന് 1000 പേരുകളാണ്. പിന്നീട് പരമശിവനാൽ കൊല്ലപ്പെട്ട അമ്മായിപ്പൻ ദക്ഷൻ്റെ വായിൽ നിന്നാണ് ഈ ശിവസഹസ്രം വരുന്നത്. ത്രീസാംഗ്യം പരിമിതവിധം പ്രഭിന്ന പ്രസ്ഥാനം എന്നങ്ങോട്ട് തുടങ്ങിയാൽ 1000 പേരുകളാണ്. 1000 നെയിംസ്. ഒരു വിഷ്ണു ഭഗവാൻ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ എന്താ പേരെന്ന് ചോദിച്ചാൽ വിഷ്ണു സഹസ്രനാമ സ്തോത്രം. ഭീഷ്മരുടെ വായിൽ നിന്നാണ് ഇത് വരുന്നത്. ഭാഗവതത്തിൽ ഭീഷ്മ പിതാമഹൻ ശരശയ്യെ കിടക്കുകയാണ്. ഭീഷ്മർക്ക് ഉത്തരായന കാലത്ത് മാത്രമേ മരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ദുര്യോധനൻ ദക്ഷിണായന കാലത്ത് യുദ്ധം നടത്തിയത്. അപ്പോൾ ദക്ഷിണായന കാലത്ത് യുദ്ധം നടത്തിയാൽ സേനാനായകൻ പരാജയപ്പെട്ടില്ലെങ്കിൽ പിന്നെ യുദ്ധം ജയിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഭഗവാൻ വളരെ ബുദ്ധിയായ ഈ ഭീഷ്മരെ ശരശയ്യെ വീഴ്ചിട്ട് യുദ്ധം ജയിച്ചു. അദ്ദേഹം ഉത്തരായനകാലം കാത്തു കിടക്കുകയാണ്. സൂര്യൻ ദക്ഷിണായനത്തിലോട്ട് പോവും, സദേൺ ഹെമിസ്ഫിയറിലോട്ട് പോയി കഴിഞ്ഞ് മകരം 1-ന് മകരസംക്രാന്തി അന്ന് സൂര്യൻ തെക്കോട്ട് പോയ സൂര്യൻ ഉത്തരായനത്തിലോട്ട് എടുക്കും. അതാണ് ഉത്തരായന കാലം. അപ്പോൾ അയ്യപ്പ ഭഗവാന്റെ ശബരിമലയിലെ മകരസംക്രാന്തി നടക്കുന്ന സമയത്താണ് ഭീഷ്മർ ഉത്തരായനത്തിലോട്ട് പ്രവേശിക്കുന്നത്. ഭഗവാൻ അറിയാം അന്നും അദ്ദേഹം മരിക്കുമെന്ന്. ഭഗവാൻ നേരെ മകരസംക്രാന്തി അന്ന് രാവിലെ ഭീഷ്മരുടെ ശരശയുടെ അടുത്തെത്തി.
ഭഗവാനെ കണ്ട ഉടനെ ഭീഷ്മർ പറഞ്ഞു, എൻ്റെ കൃഷ്ണ, നീ വിഷ്ണു ഭഗവാനാണെന്ന് എനിക്ക് പണ്ടേ അറിയാവുന്ന കൃഷ്ണ എന്ന് പറഞ്ഞ് വിഷ്ണു ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാന്റെ 1000 പേരുകൾ പറയുകയാണ്. വിഷ്ണു സഹസ്രനാമ സ്തോത്രം. ഇനിയൊരു ഭഗവതി ക്ഷേത്രത്തിൽ പോയി, ഭഗവതിയെ എന്താ പേരെന്ന് ചോദിച്ചാൽ ഭഗവതിയുടെ 1000 പേരൊരൊറ്റ വരവാണ് ലളിത സഹസ്രനാമം. ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ 7-ാം അധ്യായത്തിലാണ് ലളിത സഹസ്രനാമം വരുന്നത്. ലളിത സഹസ്രനാമം ഭഗവതിയുടെ 1000 പേരൊറ്റ വരവാണ്. ഹിന്ദുക്കൾക്ക് സുബ്രഹ്മണ്യ സഹസ്രനാമമുണ്ട്, ഗണപതി സഹസ്രനാമമുണ്ട്, ഹനുമാൻ സഹസ്രനാമമുണ്ട്, അയ്യപ്പ സഹസ്രനാമമുണ്ട്. 10 സഹസ്രനാമങ്ങൾ എൻ്റെ കയ്യിൽ 10 ഇരിപ്പുണ്ട്. ഞാൻ ഇടയ്ക്കിത് ഒരു ദിവസം ഒരു 10 പേര് വെച്ചെടുത്തിട്ട് അതിൻ്റെ ഡിക്ഷണറി അർത്ഥം, ഹിന്ദു എൻസൈക്ലോപീഡിയ പറയുന്ന അർത്ഥമൊക്കെ എടുത്ത് ചുമ്മാ രസകരമായി വായിക്കും. അപ്പോൾ 10 ദേവസങ്കല്പങ്ങൾക്ക് 10 സഹസ്രനാമങ്ങൾ, 10 സഹസ്രനാമം. ഈ ക്ഷേത്രത്തിൽ നിന്നൊരു ഭക്തന് പരമശിവനും വിഷ്ണു ഭഗവാനും മോഹിനിയായി നിൽക്കുന്ന വിഷ്ണു ഭഗവാനും അയ്യപ്പ ഭഗവാനും ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ പ്രാർത്ഥിക്കണമെങ്കിൽ 3 സഹസ്രനാമം പഠിക്കണം. ശിവസഹസ്രനാമം അറിഞ്ഞിരിക്കണം, വിഷ്ണു സഹസ്രനാമം അറിഞ്ഞിരിക്കണം, അയ്യപ്പ സഹസ്രനാമം അറിഞ്ഞിരിക്കണം. അപ്പോൾ ദൈവത്തെ ഈ 1000 പേരിൽ വിളിച്ചാൽ എന്താ സംഭവിക്കുക? അത് ഹിന്ദുമതത്തിൻ്റെ അസാധാരണമായ ഒരു ശാസ്ത്രമാണ്. സഹസ്രനാമം ചൊല്ലി ചെറുപ്പത്തിലൊരു കുട്ടി പഠിച്ചാൽ ആദ്യം ആ കുട്ടി കിട്ടുന്ന ഗുണം, സാഹിത്യം പഠിക്കാൻ ആ കുട്ടി അപാര കഴിവുള്ള കുട്ടിയായിരിക്കും. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സാഹിത്യമാണ് സംസ്കൃത സാഹിത്യം. അതിൻ്റെ നിയമാവലി വെച്ചിട്ടാണ് സഹസ്രനാമങ്ങൾ എഴുതിയുണ്ടാക്കിയിരിക്കുന്നത്. സഹസ്രനാമം ചൊല്ലി പഠിക്കുന്ന കുട്ടിക്ക് ഏത് ഭാഷ, അവൻ ഇംഗ്ലീഷ് പഠിക്കാൻ പോയാലും തമിഴ് പഠിക്കാൻ പോയാലും അറബി പഠിക്കാൻ പോയാലും അവൻ ആ സാഹിത്യം പഠിക്കാൻ നല്ല കഴിവ് കിട്ടും സഹസ്രനാമം ചൊല്ലി പഠിച്ചാൽ. രണ്ടാമത് സംഭവിക്കും, സഹസ്രനാമം ചൊല്ലി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഗ്രാമർ പഠിക്കാൻ ഭയങ്കര കഴിവായിരിക്കും. ഗ്രാമർ, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് വ്യാകരണം സംസ്കൃതത്തിനാണ്. 2700 കൊല്ലത്തിന് മുമ്പ് ജീവിച്ചിരുന്ന പാണിനി, അദ്ദേഹം തക്ഷശിലയിലെ ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹം അഷ്ടാധ്യായി 8 അധ്യായങ്ങളിലായിട്ട് സംസ്കൃത ഭാഷയുടെ ഗ്രാമർ എഴുതിയുണ്ടാക്കി. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ചോംസ്കി ആൻഡ് ബ്ലൂംഫീൽഡ് എന്ന 2 പേർ ഗ്രാമറിൻ്റെ തലത്തോത്ത് അപ്പന്മാരാണെന്ന് അവകാശപ്പെട്ടു. ട്രാൻസാക്ഷണൽ ഗ്രാമർ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് വേൾഡ് ലിംഗ്വിസ്റ്റിക് കോൺഫറൻസ് നടക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നൊരു സംസ്കൃത പണ്ഡിതൻ പോയി. അദ്ദേഹം 1861 ഏഷ്യാറ്റിക് സൊസൈറ്റി പബ്ലിഷ് ചെയ്ത അഷ്ടാധ്യായിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, എക്സ്പ്ലനേഷൻ സഹിതമുള്ള ട്രാൻസ്ലേഷൻ 3 കോപ്പി വാങ്ങിച്ചു. ലണ്ടനിൽ കൊണ്ടുവന്ന ആദ്യത്തെ കോപ്പി ചോംസ്കി കൊടുത്തു, രണ്ടാമത്തെ കോപ്പി ബ്ലൂംഫീൽഡിന് കൊടുത്തു. അവന്മാർ 2 ഇരുന്ന് വായിച്ചു. 3-ാം ദിവസം രാവിലെ ലിംഗ്വിസ്റ്റിക് കോൺഫറൻസ് ഉദ്ഘാടനം ചോംസ്കി വരികയാണ്. ചോംസ്കി പ്രസംഗം തുടങ്ങുകയാണ്. പാണിനി അഷ്ടാധ്യായി ഈസ് ദ മോനുമെൻ്റ് ഓഫ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ഓൺ ദ സർഫസ് ദ എർത്ത്. ഭൂമിയിലെ മനുഷ്യന് എത്ര ബുദ്ധി ഉണ്ടാവുമെന്നറിയണോ? ഈ പാണിനി അഷ്ടാധ്യായി വായിച്ചാൽ മതി. ഗ്രാമറിൻ്റെ തലത്തൊട്ടപ്പനായ ബ്ലൂംഫീൽഡ് പ്രസംഗിക്കാൻ വന്നു. അയാൾ പ്രസംഗം തുടങ്ങുമ്പോൾ പറഞ്ഞു, വാട്ട് എവർ വി ഇൻവെൻറ്റ് ഇൻ ഗ്രാമർ ഈസ് നത്തിങ് ബട്ട് ഫുട് നോട്ട്സ് ടു ദിസ് ഗ്രേറ്റ് വർക്ക്. ഞങ്ങൾ ഈ ഗ്രാമർ കണ്ടുപിടിച്ചേക്കൊണ്ടല്ലോ, ഈ പാണിനി അഷ്ടാധ്യായിയുടെ പുസ്തകത്തിന് അടിയിൽ എഴുതാനുള്ള അടിക്കുറിപ്പ് മാത്രമേ ഉള്ളൂ. 2 ചൊല്ലിട്ട് പോയി. ആ അഷ്ടാധ്യായി ഉപയോഗിച്ചിട്ടാണ് ഈ സഹസ്രം എഴുതിയുണ്ടാക്കിയിരിക്കുന്നത്. സംസ്കൃതത്തിലെ മഹാന്മാരായ കൃതികൾ എഴുതിയ പാണിനി ഒരു നാഗനായി, പതഞ്ജലി യോഗസൂത്രം എഴുതിയ പതഞ്ജലി ഒരു നാഗരായിരുന്നു, കാളിദാസൻ ഒരു നാഗരായിരുന്നു. ഇൻഡയറക്റ്റ്ലി നായന്മാരുടെ കസിൻസാണ് ഇവന്മാരും 3 അപ്പോഴേ ഈ പാണിനിയുടെ അഷ്ടാധ്യായി വെച്ചിട്ട് എഴുതിയ സഹസ്രനാമം ചൊല്ലി പഠിച്ചാൽ ആ കുട്ടിക്ക് ഏത് ഭാഷയുടെ വ്യാകരണവും കൃത്യമായിട്ട് മനസ്സിലാവും. 3-മതായി, സഹസ്രനാമം ചൊല്ലി പഠിക്കുന്ന കുട്ടിക്ക് അപാര ഓർമ്മശക്തിയായിരിക്കും. 1000 പേരുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഓർത്തിരിക്കണം. നമ്മുടെ കുട്ടി ഒരു ഡോക്ടറാവണം നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കുട്ടി നീറ്റ് പരീക്ഷ കയറിയിരിക്കും. നീറ്റ് പരീക്ഷ കയറിയിരുന്നാൽ
1 മിനിറ്റ് കൊണ്ട് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതണം. ചോദ്യം വായിക്കാനൊരു 30-35 സെക്കൻഡ് പോകും. ആ കോളം കറപ്പിക്കാനൊരു 10 സെക്കൻഡ് പോകും. ചിന്തിക്കാൻ കിട്ടുന്നത് 15-20 സെക്കൻഡാണ്. അതിനകത്ത് വെച്ച് ആ കുട്ടിയുടെ തലച്ചോറിൽ അതിൻ്റെ ഉത്തരം ഓർമ്മ വന്നില്ലെങ്കിൽ കുട്ടി ഒരിക്കലും ഡോക്ടറാവില്ല. എന്നെപ്പോഴും IAS പരീക്ഷ പാസ്സാവണമെന്നൊരു കുട്ടിക്ക് ആഗ്രഹം ഉണ്ടായാൽ ആദ്യം പ്രിലിമിനറി പരീക്ഷ കയറണം. പ്രിലിമിനറി പരീക്ഷ കയറിയാൽ ഇതുപോലെ 20 സെക്കൻഡിനോട് ഉത്തരം ഓർമ്മ വരാത്തൊരു കുട്ടി പ്രിലിമിനറി പാസ്സാവില്ല. ആ കുട്ടി IAS പരീക്ഷയ്ക്ക് ഇരിക്കാൻ പറ്റിയല്ല. സഹസ്രനാമം ചൊല്ലിപ്പിടിക്കുന്നൊരു കുട്ടിക്ക് ഈ 1000 പേരിങ്ങനെ തുടർച്ചയായിട്ട് ഓർത്തിരിക്കുകയാണ്. കുട്ടിയുടെ ഓർമ്മശക്തി അപാരമാണ്. കുട്ടി നീറ്റ് പരീക്ഷയല്ല, IAS പരീക്ഷയല്ല, ഏത് പരീക്ഷയും പാസ്സാവും. 4ാമത് സംഭവിക്കും, ഈ സഹസ്രനാമം ചൊല്ലണമെങ്കിൽ ഓരോ വാക്കും കറക്റ്റ് ഉച്ചരിക്കണം. ആ ഉച്ചരിക്ക് പഠിക്കുന്ന പ്രോസസ്സിൽ കുട്ടിക്ക് 3 ഗുണമുണ്ടാവും. 1, കുട്ടിക്ക് ശബ്ദ ഗാംഭീര്യം ഉണ്ടാവും. മൈക്ക് കിട്ടിയാൽ ഗംഭീരമായിട്ട് ആ കുട്ടിക്ക് പ്രസംഗിക്കാൻ പറ്റും. 2ാമത്തത്, കുട്ടിക്ക് ശബ്ദ സ്ഫുടത ഉണ്ടാവും. ഓരോ വാക്കും സ്ഫുടമായി ഉച്ചരിക്കണം. ആ ഉച്ചരിക്കുന്ന പ്രോസസ്സിൽ കുട്ടി ശബ്ദ സ്ഫുടതയുള്ള ഏത് ഭാഷയിൽ ഏത് വാക്ക് പറഞ്ഞാൽ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കുട്ടിയായിരിക്കും. 3ാമത്, ഈ സഹസ്രനാമം ചൊല്ലുന്ന ഒരു പ്രത്യേക രാഗത്തിലാണ്. ത്രീസംഖ്യം പരിമിതവിധം പ്രഭിന്ന പ്രസ്ഥാനം തുടങ്ങുകയാണല്ലോ. അത് ചൊല്ലിപ്പിടിക്കുന്ന കുട്ടിക്ക് ശബ്ദ മധുരമയുണ്ടാവും. കുട്ടി കർണാടക സംഗീതം പഠിച്ചാൽ ഗംഭീര കർണാടക സംഗീതം പാടും. ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ചാൽ ഗംഭീരമായിട്ടത് പാടും. കുട്ടി ഇംഗ്ലീഷ് ഗീതം പഠിക്കാൻ പോയാൽ അവരുടെ ഡോം റെമി ഫസാല തോദ കുട്ടി ഭംഗിയായിട്ട് പാടും. ആ ശബ്ദം മധുരിമ കുട്ടിക്കുണ്ടാവും. 5ാമതായിട്ട് ഈ സഹസ്രനാമം ചൊല്ലി പിടിച്ചാൽ എന്ത് പറ്റും? സഹസ്രനാമം ചൊല്ലി പഠിച്ചാൽ കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ ഉണ്ടാവും. വലിയ വലിയ കസരയിരിക്കുന്ന ആളുകൾക്ക് ഈ പവർ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒരാൾ ഡോക്ടർ ആവണമെങ്കിൽ, എഫക്റ്റീവ് ഡോക്ടർ ആവണമെങ്കിൽ, ഒരു പേഷ്യൻ്റ് വന്ന് ഡോക്ടറെ എനിക്കൊരു തലവേദന എന്ന് പറഞ്ഞാൽ ഡോക്ടർ തലച്ചോറ് എപ്പോഴും വർക്ക് ചെയ്യും. തലവേദന ഉണ്ടാക്കുന്ന 15 രോഗമുണ്ട്. ഇതിനകത്ത് ഏതായിരിക്കും ഈ മനുഷ്യൻ ഉണ്ടാവാൻ സാധ്യത? കമ്പയർ ചെയ്യും ഡോക്ടർ ഒരു മരുന്ന് കുറിക്കണം. എല്ലാ മരുന്നിനും സൈഡ് എഫക്ട്സ് ഉണ്ട്. എല്ലാ മരുന്നിനും കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്. ഇത് തിരിച്ചറിയാൻ പറ്റുന്ന ഡോക്ടർ മരുന്ന് കുറിച്ചാൽ രോഗി ചത്തുപോകും. എന്നെപ്പോലെ IAS ഒക്കെ പാസ്സായ ഒരു ജില്ലയിൽ കളക്ടർ SP ആയിട്ട് വന്നാൽ ഒരു ജില്ലയിൽ 200 ഗ്രാമം ഉണ്ടാവും. ഓരോ ഗ്രാമത്തിനും ജനസംഖ്യ എത്ര, ഏത് മതക്കാരാണ് ഭൂരിപക്ഷം, ഏത് ജാതിക്കാരാണ് ഭൂരിപക്ഷം, ആ ഗ്രാമത്തിൽ സ്ഥിരം ശല്യം വല്ലതും ഉണ്ടാവാറുണ്ടോ, കുഴപ്പമുണ്ടാവാറുണ്ടോ, ഇത് കൃത്യമായി കളക്ടർക്ക് SP ഓർമ്മയാണ്. കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവറാണ്. ഇത് കുട്ടി കിട്ടും സഹസ്രനാമം പഠിച്ചാൽ. കുട്ടി സഹസ്രനാമം ചൊല്ലുമ്പോൾ ഭഗവാന്റെ തലയിലോട്ട് നോക്കുക. വിഷ്ണു സഹസ്രനാമമാണെങ്കിൽ കേശവ. ഭഗവാൻ കൃഷ്ണൻ ഇഷ്ടംപോലെ തലമുടി ഉണ്ടായിരുന്നു, കേശവ. ഇനി ശിവസഹസ്രനാമം ചൊല്ലുമോ കുട്ടി ഭഗവാന്റെ തലയിലോട്ട് നോക്കി ഗംഗാധര, തലയിൽ ഗംഗയെ വഹിക്കുന്നവനെ, ചന്ദ്രധാര, തലയിൽ ചന്ദ്രക്കലയുള്ളവനെ എന്ന് വിളിക്കും. കുട്ടി ഇനി ഭഗവാന്റെ കയ്യിലോട്ടാണ് നോക്കുന്നത്. വിഷ്ണു സഹസ്രനാമമാണെങ്കിൽ മുരളീധര, കയ്യിൽ മുരളി വെച്ച് വായിക്കുന്നവനെ. ഗദാചക്രവാണി, ഒരു കയ്യിൽ ഗദയും മറ്റേ കയ്യിൽ ചക്രവും പിടിച്ചോണ്ടിരിക്കുന്ന ഭഗവാനെ എന്ന് പറയും. ലളിത സഹസ്രനാമം ചൊല്ലുന്നെങ്കിലോ വീണാ പുസ്തകധാരണി, ഒരു കയ്യിൽ വീണയും മറ്റേ കയ്യിൽ പുസ്തകം പിടിച്ചോണ്ടിരിക്കുന്ന ഭഗവതിയെ എന്ന് വിളിക്കാം. ശിവസഹസ്രനാമത്തിൻ്റെ ഒരു പാരഗ്രാഫ് വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷയോട് തർജ്ജമ ചെയ്തു. പരമശിവനെ വർണ്ണിക്കുക. പൊട്ടാക്കി പാലവട്ടത്തിരിവിഴി ജടയെ കാറൊളിച്ചാര് കൂന്തൽ കെട്ടാക്കി കേതകി പൂവതുണ്ട് വടിവാക്കി പരം ചന്ദ്രകണ്ഠ മട്ടൊക്കെ തന്നെ മാറി പ്രഥയുടസുതനായി കാട്ടൽ ഉൾപ്പൊക്കു വൈര്യമിട്ട കാട്ടാളനെ കൈതൊഴുന്നേൻ. പരമശിവന്റെ മോഹം എങ്ങനെയാണെന്ന് നോക്കണമെങ്കിൽ 16 കാര്യം ഓർക്കണം. ആ 16 കാര്യം കൃത്യമായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സഹസ്രനാമം ചൊല്ലുന്ന കുട്ടിക്ക് കമ്പാരറ്റീവ് അനാലിറ്റിക് പവർ ഉണ്ടാവുകയും കുട്ടി വലിയ വലിയ കസേരകളിൽ പോയിരിക്കുകയും ചെയ്യും ഭാവിയിൽ. സാധാരണ ക്ഷേത്രത്തിലെ ഒരു സഹസ്രനാമത്തിന് അവസരമുണ്ട്. നിങ്ങൾക്കിവിടെ 3 സഹസ്രനാമം ചൊല്ലാൻ പറ്റും.
ശിവസഹസ്രനാമം ചൊല്ലാൻ പറ്റും, വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ പറ്റും, അയ്യപ്പ സഹസ്രനാമം ചൊല്ലാൻ പറ്റും. ഇനി 10 സഹസ്രനാമം ഉള്ളതിൽ 4 പരമശിവൻ്റെ കുടുംബത്തിനുള്ളതാണ്. ശിവസഹസ്രനാമം, ലളിത സഹസ്രനാമം, സുബ്രഹ്മണ്യ സഹസ്രനാമം, ഗണപതി സഹസ്രനാമം. ഇനി അയ്യപ്പനോ? അയ്യപ്പന് പരമശിവന് മോഹിനിയിലുണ്ടായ കുട്ടിയാണെന്നുള്ള വിശ്വാസമുള്ളപ്പം 5-ാമത്തെ സഹസ്രനാമവും ഭഗവാൻ പരമശിവന് അവകാശപ്പെട്ടാണ്, കുടുംബത്തിന് അവകാശപ്പെട്ടാണ്. അപ്പോൾ ഒരു സഹസ്രനാമത്തിന് പകരം 3 സഹസ്രനാമമോ 5 സഹസ്രനാമോ ചൊല്ലാൻ പറ്റിയ ഒരു സ്ഥലത്താണ് നിങ്ങളുടെ ക്ഷേത്രം, അവിടുത്തെ പ്രതിഷ്ഠകൾ. അപ്പം പ്രതിഷ്ഠകളെ മനസ്സിലാക്കണം, അവിടുത്തെ പ്രാർത്ഥനയെ മനസ്സിലാക്കണം. അപ്പോൾ ഹിന്ദുക്കളുടെ ഈശ്വര സങ്കല്പം 1000 പേരുകളിൽ എങ്ങനെ വരുന്നു, അതിൻ്റെ അർത്ഥം മഹാത്മ്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അബ്സോർഷൻ പവർ വർദ്ധിക്കും, ബുദ്ധി വർദ്ധിക്കും, നിങ്ങളുടെ അറിവിൻ്റെ മേഖല വർദ്ധിക്കും. അങ്ങനെ ഹിന്ദുക്കളുടെ ഈശ്വരവിശ്വാസം, അതിൻ്റെ ആഴം കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഇനി അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ പ്രത്യേകത മനസ്സിലാക്കണം. പ്രതിഷ്ഠ ഒരേ സ്ഥലത്ത് 3 ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ 3 ശിവൻ്റെ പ്രതിഷ്ഠ 3 വ്യത്യസ്ത സ്ഥലത്തിലായിരിക്കും. അപ്പോൾ ആ വ്യത്യാസം എങ്ങനെ വരുന്നു? അതൊരു ഭക്തൻ കൃത്യമായിട്ട് മനസ്സിലായിക്കോളും. ആ പ്രതിഷ്ഠയുടെ മഹാത്മ്യം, അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കണം. അന്തരാർത്ഥം മനസ്സിലായില്ലെങ്കിൽ വെറും ഒരു വിഗ്രഹം പോലെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അന്തരാർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഓരോ വിഗ്രഹത്തിൻ്റെയും പ്രത്യേകത മനസ്സിലാക്കണം. നിങ്ങൾ പരമശിവനെ നോക്കുകയാണ്, പരമശിവൻ്റെ കഴുത്തിൽ വാസുകി ഇങ്ങനെ കിടക്കുകയാണ്. വാസുകി പാമ്പാണ്. അപ്പോൾ ഈ നാഗം എന്ന് കേട്ടാൽ പാമ്പാണോ നാഗം? പാമ്പിൻ്റെ രൂപത്തിലാണ് നാഗത്തെ വരയ്ക്കുന്നത്, പക്ഷെ ആ പാമ്പ് അല്ല നാഗം എന്ന് പറയുന്ന സങ്കല്പം. നിങ്ങൾ നാഗം എന്ന് പറഞ്ഞാൽ ജീവൻ്റെ രഹസ്യമാണ്. ഞാനും ഈ ഭൂമി ജനിക്കാൻ കാരണം അച്ഛൻ്റെ ഒരു ബീജം അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി അണ്ടവുമായി ലയിച്ചപ്പോഴാണ് ഞാനുണ്ടായത്. ഈ അച്ഛൻ്റെ ബീജം മൂർഖമ്പാമ്പിൻ്റെ ഷേപ്പാണ്. മൂർഖമ്പാമ്പ് ഇങ്ങനെ എഴിഞ്ഞു പോകുന്ന പോലെ അതിനൊരു തലയുണ്ട്, ന്യൂക്ലിയസിൻ്റെ ഒരു തലയുണ്ട്, വാലുണ്ട്. പാമ്പ് എഴഞ്ഞു പോകുന്ന പോലെ ഈ സ്പേം എഴഞ്ഞകത്ത് കയറി അമ്മയുടെ അണ്ടവുമായിട്ട് ലയിച്ചു. ഞാനും ഉണ്ടാകുന്ന സ്പേം നാഗത്തിൻ്റെ ഷേപ്പാണ്. നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിലുണ്ടായാൽ ആദ്യത്തെ 90 ദിവസം നമ്മൾ എങ്ങനെ ഗർഭപാത്രത്തിൽ കിടക്കുക, 90 ദിവസം നമ്മുടെ ഷേപ്പ് നാഗത്തിൻ്റെ ഷേപ്പാണ്. ഒരു തലയുണ്ട്, ഒരു വാലുണ്ട്, ബോഡിയുണ്ട്. 90-ാം ദിവസം തൊട്ടാണ് കൈയും കാലുമൊക്കെ വളർന്നു തുടങ്ങുന്നത്. അതുവരെ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് നാഗമായിട്ടാണ്, പാമ്പായിട്ടാണ്. നിങ്ങളുടെ എൻ്റെ ജീവൻ രഹസ്യം എങ്ങനെയാണ് അറിഞ്ഞത്? 1953 വാട്സൺ ആൻഡ് ക്രിക്ക് എന്ന 2 ശാസ്ത്രജ്ഞന്മാർ അച്ഛൻ്റെ 23 ക്രോമോസോം അമ്മയുടെ 23 ക്രോമോസോമുള്ള ഒരു DNA മോളിക്യൂൾ നിങ്ങളുടെ എൻ്റെയും ജീവൻ രഹസ്യമാണ്. ഈ DNA മോളിക്യൂളിൻ്റെ ഷേപ്പ് എന്താണ്? 2 മൂർഖമ്പാമ്പ് ഇണ ചേരുന്നതാണ് ഒരു DNA മോളിക്യൂളിൻ്റെ ഷേപ്പ്. നാഗത്തിൻ്റെ ഷേപ്പിലാണ് നിങ്ങളുടെ എൻ്റെയും ജീവൻ രഹസ്യം. അഡിനൈൻ, ഗുവാനൈൻ, തൈമൻ, സൈറ്റോസിൻ 4 ചേർന്ന് 2 നാഗങ്ങൾ ഇണ ചേരുന്ന ഷേപ്പിലാണ് നിങ്ങളുടെ എൻ്റെയും ജീവൻ രഹസ്യം ദൈവം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. എനിക്കൊരു രോഗം വന്നു. രോഗം വന്നാൽ എന്തു ചെയ്യും? മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ പോയ വൈദ്യശാസ്ത്രം സിമ്പിൾ എന്താണ്? വൈദ്യശാസ്ത്രം മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ട് ഗേറ്റിലെ ഒരു മൂർഖമ്പാമ്പ് ഇങ്ങനെ ബോർഡിൻ്റെ മണ്ട കയറിയിരിക്കുകയാണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ സിമ്പിൾ മൂർഖമ്പാമ്പാണ്, നാഗമാണ് ഷേപ്പ്. കാരണം നമ്മുടെ ജീവൻ രഹസ്യം നാഗമാണ്. ആ ജീവൻ്റെ രഹസ്യത്തെ ബാധിക്കുന്ന രോഗം വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത് നാഗത്തിൻ്റെ ഷേപ്പിലാണ്. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കും യഹൂദന്മാർക്കൊക്കെ ഒരു വിഗ്രഹം ഉണ്ടാക്കാനേ ദൈവം സമ്മതിച്ചിട്ടുള്ളൂ. മോശ യഹൂദന്മാരെ കൊണ്ടിങ്ങനെ മരുഭൂമിയിൽ പോയി ഒരുപാട് പേരെ പാമ്പ് കടിച്ച് ചാവാൻ തുടങ്ങി. അപ്പോൾ മോശം ദൈവത്തോട് ചോദിച്ചു, ദൈവം എന്ത് ചെയ്യണം? ദൈവം പറഞ്ഞു, മോശേ നീ ഒരു നാഗത്തിൻ്റെ വിഗ്രഹം ഉണ്ടാക്കി, പാമ്പിൻ്റെ വിഗ്രഹം ഉണ്ടാക്കി മുമ്പ് ഇന്ന് പാച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ദൈവം നാഗവിഗ്രഹം ഉണ്ടാക്കിക്കൊള്ളാൻ മോശയോട് പറഞ്ഞു. യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ദൈവം
നാഗവിഗ്രഹം ഉണ്ടാക്കാൻ പറഞ്ഞു. അതാണ് നാഗവിഗ്രഹം. ഞങ്ങളുടെ മിത്രന്മാർ വരും, അധികാരത്തിൻ്റെ അംശോടി കയ്യിലുണ്ട്. വടിയുടെ അറ്റെന്നറിയുമോ ഒരു മൂക്കമ്മ ഇങ്ങനെ പത്തി കൊടുത്ത് നിൽക്കുകയാണ്. ആർച്ച് ബിഷപ്പിന് മുകളിലുള്ളവരാണെങ്കിലോ 2 മൂക്കമ്മമാണ് അംശവടിയുടെ 2 സൈഡിൽ. ഈജിപ്തിലെ ഫറോവന്മാർ അവരുടെ കിരീടത്തിന് മുകളിലിരിക്കുന്നതെന്നറിയാമോ ഒരു മൂർക്കമ്പാമാണ്. കിരീടത്തിന് മുകളിൽ മൂർക്കമ്പാണ്. അവരുടെ പ്രധാന ദൈവങ്ങളൊന്നായിരുന്നു ഈ മൂർക്കമ്പാണ്. അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസ് സാഹിബ്മാരോട് ചെല്ലുന്നതോടെ ജീവിച്ചതിന് വിഭാഗം. അവരുടെ പ്രധാന ദൈവം എന്തായിരുന്നു? നാഗം. അവരെന്നെ വിളിച്ച പേര് കൊട്സാൽ കോട്ടൽ. കൊട്സാൽ കോട്ടൽ എന്ന മൂർക്കമ്പാണ്. തമ്മിൽ കണ്ടിട്ടില്ലാത്ത ജനവിഭാഗങ്ങൾ ഈ നാഗത്തിന് പേരുണ്ട്. നമ്മളതിനെ വിളിച്ചു പാമ്പെന്ന് വിളിച്ചു. ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കൾ അതിനെ, ഉത്തരേന്ത്യക്കാർ ഹിന്ദിയിൽ അതിനെ സാമ്പെന്ന് വിളിച്ചു, പാമ്പെന്ന് വിളിച്ചു. അമേരിക്കയിൽ റെഡ് ഇന്ത്യക്കാർ അതിനെ വിളിച്ചു ചാമ്പെന്ന് വിളിച്ചു. ഇന്ത്യക്കാരനും നീഗ്രോസും റെഡ് ഇന്ത്യക്കാരും തമ്മിൽ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഈ നാഗസങ്കല്പത്തെ നമ്മൾ പാമ്പെന്ന് വിളിക്കുന്നു, ഹിന്ദിക്കാർ സാമ്പെന്ന് വിളിക്കുന്നു, ആഫ്രിക്കൻ നീഗ്രോകൾ വാമ്പെന്ന് വിളിക്കുന്നു, അമേരിക്കയിൽ റെഡ് ഇന്ത്യക്കാർ ചാമ്പെന്ന് വിളിക്കുന്നു. എങ്ങനെ ഒന്നും ഒരേ ശബ്ദത്തിലെ വാക്ക്? അവിടെയാണ് എൻ്റെ രഹസ്യം. അപ്പോൾ ഒരു വിഗ്രഹം കാണുമ്പോൾ ഇതെന്താണെന്നുള്ളത് അതിൻ്റെ ഷേപ്പ് ഓരോന്നുണ്ടാക്കി വെക്കും. അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കണം. എന്താണ് ഇതിൻ്റെ അന്തരാർത്ഥം എന്ന് മനസ്സിലാക്കണം. അന്തരാർത്ഥം മനസ്സിലാവുമ്പോഴേ അതിൻ്റെ അർത്ഥം നമുക്ക് പിടിയിട്ടുള്ളൂ. ഓരോ വിഗ്രഹത്തിൻ്റെയും അന്തരാർത്ഥം മനസ്സിലാക്കണം. മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ സത്യം എന്താണ്, രഹസ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. വളരെ ശ്രദ്ധേയമായി നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുന്നു. അവിടെ ഒരു കാളീദേവിയുടെ പ്രതിഷ്ഠ. കാളീദേവി കറുത്ത് ഇരുണ്ട്, നാക്കൊക്കെ ഇങ്ങനെ നീട്ടി രക്തവും പുരട്ടി, കഴുത്തിലൊരു തലയോട്ടി ഇങ്ങനെ തൂക്കിയിട്ട്, മനുഷ്യൻ്റെ വിരളം മുറിച്ച് ഒരു അരിഞ്ഞാണൊക്കെ ഇട്ട് ഒരു കുന്തം പിടിച്ചോണ്ട് നിൽക്കുകയാണ്. കൊച്ചു കുട്ടികൾ ഈ കാളി ഭഗവതി കൊണ്ട് അയ്യോ അമ്മേ എന്ന് വിളിച്ചു പേടിച്ച് അതിൻ്റെ രൂപം കാണുമ്പോൾ. പക്ഷേ എന്താണ് ഈ കാളി ഭഗവതി ഇങ്ങനെയുണ്ടെന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞിരിക്കണം. കാളി ഭഗവതി കറുത്തായിരുന്നോ? അല്ല, കാളി ഭഗവതി വെളുത്ത സുന്ദരിയായി. ശങ്കരാചാര്യ സ്വാമി മലയാളിയായി ജനിച്ച ഏറ്റവും മഹാനായ മനുഷ്യൻ. അദ്ദേഹം സർവജ്ഞപീഠം കയറിയ ശേഷം ശാരദാപീഠത്തിലിരുന്ന് ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി. ത്രിപുര സുന്ദരി ദർശന ലഹരി. അപ്പോൾ ആദ്യം വിഘ്നേശ്വരി വന്നു, പിന്നെ ദുർഗാഭഗവതി വന്നു, പിന്നെ പാർവതി വന്നു, 4ാമത് കാളി ഭഗവതി വരികയാണ്. കാളി ഭഗവതി കണ്ടോണ്ട് ശങ്കരാചാര്യർ പാടുകയാണ്, വിശ്വേശ്വരി നിൻ കനക കളേബര ദർശനമേ പരമാനന്ദം ആനന്ദം പരമാനന്ദം. കനക കളേബരം, സ്വർണ്ണ നിറമുള്ളവളായ സുന്ദരിയായ കാളി ഭഗവതി എന്നാണ്. ഉത്തരേന്ത്യയിലൊക്കെ പഞ്ചാബിലൊക്കെ കാളി ഭഗവതി ഇങ്ങനെ കണ്ടാൽ അവരുടെ നിറവും വെളുപ്പ, ഭഗവതിയുടെ നിറവും വെളുപ്പ. തെക്കേ ഇന്ത്യയിലും ബംഗാളിലുള്ള മനുഷ്യൻ്റെ നിറം കറുപ്പ. അപ്പോൾ അവരെന്ത് ചെയ്തു? ഒരു വെളുത്ത ദേവിയെ കാണിച്ച നമ്മളുമായിട്ട് ബന്ധമില്ലെന്ന് തോന്നും ജനത്തിന്. അതിന് അവരുടെ നിറമാക്കി ഭഗവതിയെ കറുത്ത ദേവി. കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കാളിക്ഷേത്രം ഏതാണ്? മൃദംഗശൈല ക്ഷേത്രം. അവിടുത്തെ കാളി ഭഗവതി എങ്ങനെ ഇരിക്കുന്നത്? സ്വർണ്ണം നിറമുള്ള സുന്ദരി, 2 കോടി രൂപ വിലയുള്ള വിഗ്രഹമാണ്. 12 രാജവംശത്തിൻ്റെ പ്രധാന ദേവതാസങ്കല്പം കാളി ഭഗവതിയാണ്. അവിടുത്തെ ക്ഷേത്രത്തിൽ പോയി നോക്കിയാൽ കാളി ഭഗവതി സ്വർണ്ണ നിറമുള്ള സുന്ദരിയാണ്. സ്വർണ്ണത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാളി ഭഗവതിയെ. അപ്പോൾ സ്വർണ്ണ നിറമുള്ള സുന്ദരിയെ എന്തിനാണ് കറുത്ത നിറമാക്കിയത്? അമ്മയ്ക്ക് അറിഞ്ഞിരിക്കണം, എങ്കിലും അമ്മയ്ക്ക് അത് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്തിനാണ് ഈ നാക്ക് നീട്ടി രക്തം വെച്ചിരിക്കുന്നത്? സംസാരശേഷി കൊടുക്കുന്നത് കാളി ഭഗവതിയുടെ ദാനമാണ്. നവരത്നങ്ങളിൽ ഒരാളിൻ്റെ മകനായിരുന്നു വാക്പടൻ. പ്രസംഗ കലയെപ്പറ്റി ഏറ്റവും ബെസ്റ്റ് പുസ്തകം എഴുതിയാണ് വാക്പടൻ. ഈ വാക്പടൻ ഊമനും ബധിരനുമായിരുന്നു. ഒരിക്കൽ രാജസദസ്സിൽ വെച്ച് ഈ അച്ഛനെ രാജാവ് അഭിനന്ദിക്കുകയും 1000 സ്വർണ്ണനാണയം കൊടുക്കുകയും ചെയ്തു. ഇത് കേട്ട് ബാക്കിയുള്ളവർക്ക് വലിയ അസൂയായി. അവർ രാജാവ് പോയ സമയത്ത് അവനോട് പറഞ്ഞു, നീ എന്തിനാടാ ഈ പൊട്ടനെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നത്? അവനെ വീട്ടിലങ്ങനെ ഇട്ടിട്ട് വന്നൂടെയെന്ന്. മകനെ ഇങ്ങനെ പൊട്ടനും ബധിരനുമായ മകനെ ആക്ഷേപിച്ച് കേട്ടപ്പോൾ അച്ഛൻ അങ്ങ് കരഞ്ഞുപോയി. ആ സമയത്ത് രാജാവ് വന്നു. എന്താ അങ്ങ് കരയുന്നത്? രാജാവിനെ അഭിനന്ദിച്ചതിന് ഇവരെല്ലാം കൂടെ എന്നെ കളിയാക്കി, പൊട്ടനെ വീട്ടിലിട്ടിട്ട് വന്നൂടെ എന്ന് ചോദിച്ചു, കൂടെ കൊണ്ടുവന്ന് മകനെ കാണിച്ചിട്ട്. രാജാവ് പറഞ്ഞു, നീ ഉജ്ജയിനിലെ കാളി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയെ
നിന്റെ മോൻ ശബ്ദിക്കും. ഈ നവരത്നങ്ങളൊന്നും മോശക്കാരൊന്നുമല്ല കേട്ടോ. തന്നൊന്തരി ശമണക അമൃസിംഹ ശങ്കു വേതാളഭട്ട കടകറപ്പര കാളിദാസ വരാഹ മിഹിര വരുചി. പറയവേറ്റ് ഭദ്രകുലത്തിൻ്റെ അപ്പൻ വരുചി 9ാമത്തെ ആളാണ്. ഇദ്ദേഹം മകനെയും കൂട്ടി കാളിക്ഷേത്രത്തിൽ പോയി 41 പ്രാപിച്ചപ്പോൾ ആ മകൻ വാക്പടൻ സംസാരിച്ചെന്ന് മാത്രമല്ല, പ്രസംഗ കലയെപ്പറ്റിയ മനുഷ്യൻ പുസ്തകം എഴുതി സംസ്കൃതത്തിൽ. നമ്മുടെയൊക്കെ ക്ഷേത്രത്തിൽ കഥകളി നടക്കും. ഈ കഥകളിയുടെ മുഴുവൻ കൃതികളും ആദ്യം രചിച്ചതാരാണ്? വിദ്വാൻ തമ്പുരാൻ. പഴശ്ശിരാജാവിൻ്റെ കുടുംബത്തിൽ ജീവിച്ചിരുന്ന വിദ്വാൻ തമ്പുരാൻ. അദ്ദേഹം 4ാമത്തെ വയസ്സ് വരെ ഊമനും ബധിരനുമായിരുന്നു. അപ്പനും അമ്മയുടെ കുട്ടിയെ കൊല്ലാൻ വേണ്ടി മൃദംഗശൈലി ക്ഷേത്രത്തിന് മുമ്പിലുള്ള നീരൂറോട് അടുത്തുകൊണ്ട് ഇരുത്തി കൊടുത്തു. കുട്ടി കളിക്കാനിറങ്ങും, ചത്തങ്ങ പൊങ്ങിക്കോളും. 4 ദിവസം കഴിഞ്ഞ് കുട്ടിയുടെ ബോഡി കാണുന്നില്ല. അവർ ചെന്ന് നോക്കിയപ്പോൾ, അച്ഛാ അമ്മയെന്ന് കുട്ടി ഓടി വരും. നീ ഇങ്ങനെ സംസാരിച്ചു മോനെ? അതെ, ഇല്ല, വീട്ടിൽ നിന്ന് അമ്മ ഇറങ്ങി വന്നു, എനിക്ക് പാലൊക്കെ തന്നു, സംസാരിക്കും മോനെ എന്ന് എന്നെ കൊണ്ട് സംസാരിപ്പിച്ചെന്ന് പറഞ്ഞു. കുട്ടി ചൂണ്ടിക്കാണിക്കുന്ന മൃദംഗശൈലി ക്ഷേത്രത്തിലേക്കാണ്. മൃദംഗശൈലത്തിൽ ഭഗവതിയാണ് ഇറങ്ങി വന്നെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഈ സംസാരശേഷിയുടെ ആള് കാളി ഭഗവതിയാണ്. അത് കാണിക്കാൻ വേണ്ടിയാണ് നാക്ക് നീട്ടി രക്തം പുരട്ടി നിൽക്കുന്നത്. കാളി ഭഗവതിയുടെ കഴുത്തിലൊരു തലയോട്ടി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇതിനാണ് ഈ തലയോട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. ആ തലയോട്ടി കാത്തിരിക്കുന്ന തലച്ചോറിന് ബുദ്ധി നൽകുന്നത് കാളി ഭഗവതിയാണ്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ തലയോട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം കാളിദാസൻ്റെ കഥ അറിയാം. കാളിദാസൻ രുദ്രൻ എന്ന് പറഞ്ഞൊരു വിറകൂട്ടുകാരനായിരുന്നു. ആ ദേശത്ത് വിദുഷിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, എന്നെ അറിവ് കൊണ്ട് തോൽപ്പിക്കുന്ന ഒരാളിനെ കല്യാണം കഴിക്കുന്നു. പല പുരുഷന്മാരും പെണ്ണ് കാണാൻ വന്നു. എല്ലാത്തിനും ഇവൾ വാദിച്ച് തോൽപ്പിച്ചു. അവസാനം ശിഷ്യന്മാർ സേവകരെ കുഴപ്പി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രുദ്രൻ ഇരിക്കുന്ന ശാഖ വെട്ടി മണ്ടശിരോമണി താഴെ വീഴുമെന്ന് ഞാൻ കേട്ടില്ല. അവസാനം മരം താപ്പോട്ട് പോയപ്പോൾ ഇവ താപ്പോട്ട് വരുന്ന വഴിക്ക് വേറൊരു കമ്പി പിടിച്ച് രക്ഷപ്പെട്ടു. അവനെയും കൊണ്ട് ഈ സേവകർ വീട്ടിൽ വന്നപ്പോൾ ഈ വിദുഷിയായ സ്ത്രീയുടെ ഭിത്തിയിൽ ഒരു രാമരാവണ യുദ്ധത്തിന് പടം ഉണ്ടായിരുന്നു. അവിടെ രാവണനെ കണ്ടിട്ട് അവൻ പറഞ്ഞു, രാവണ രാവണ എന്ന് പറഞ്ഞു. സ്ത്രീ പറഞ്ഞു, ഇവനെന്തൊരു വിട്ടിയടാ, രാവണനെ കയറി രാവണൻ എന്ന് വിളിക്കുന്നു. പണ്ഡിതന്മാർ പറഞ്ഞു, അവൻ പറഞ്ഞാണ് ശരി. കാരണം വാത്മീകി രാമായണത്തിൽ പറയുന്നുണ്ട്, കൈകേസര 3 മക്കളുടെ പേര് പറയുന്നുണ്ട്. കുംഭകർണോ ഭഗാരോസ്തി വിഭീഷണ, രാക്ഷസാനാം കുലശ്രേഷ്ഠേ രാവണോ നൈവ രാവണ. കൈകേസര 3 മക്കളുടെ പേര് 2ാമത്തെ അക്ഷരം ഭായാണ്. കുംഭകർണൻ, വിഭീഷണൻ. മൂത്തവൻ്റെ പേര് രാവണൻ. എപ്പോഴും പണം പൊക്കി കൊത്താൻ നടക്കുന്ന സ്വഭാവമാണ്. സ്ത്രീകളെങ്ങനെയല്ല, ഫസ്റ്റ് നൈറ്റിൽ അവൾക്ക് മനസ്സിലാവും ഇവൻ അത്രയ്ക്ക് ഉണ്ടെന്ന്. രാവിലെ ആ വിദുഷി രുദ്രനെ അടിച്ചിട്ട് പുറത്ത് വിട്ടു. രുദ്രൻ നടന്ന് കാളീക്ഷേത്രത്തിൽ വന്നു. അപ്പോൾ കാളി ഭഗവതി ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ പോയിരിക്കാൻ, ഞങ്ങളുടെ പോലീസ് ഭാഷയിൽ പറഞ്ഞാൽ പെട്രോളിങ്ങിന് പോയിരിക്കാൻ. പുരുഷന്മാർക്ക് കാളീക്ഷേത്രത്തിൽ പകൽ പോലും പോകാൻ പേടിയാണ്. ഇവൻ മണ്ടനല്ലേ, ഇവനകത്ത് ഒരു കഥ അടച്ചു. കാളിഭഗവതി തിരിച്ചു വന്ന് അകത്താറാണ് കഥ അടച്ചിരിക്കുന്നത്. അകത്താരെന്ന് ചോദിച്ചാൽ അവൻ പുറത്താരെന്ന് ചോദിച്ചു. രണ്ടുകൊണ്ട് നമ്മൾ കാളിഭഗവതി പുറത്ത് കാളി, അവൻ പറഞ്ഞ അകത്ത് ദാസൻ. അങ്ങനെ രുദ്രൻ്റെ പേര് കാളിദാസൻ എന്ന് മാറിയത്. കാളിദാസനോട് ചോദിച്ചു, നിനക്ക് എന്ത് വേണം? അറിവ് വേണം. നീ ആ താക്കോൽ അതിൽ കൂടെ നാക്ക് നീട്ടാൻ പറഞ്ഞു. ആ നാക്കിൽ കാളി ഭഗവതി എഴുതി, ഹരി ശ്രീ ഗണപതായേ നമ അവിഘ്നമസ്തു. നിങ്ങൾ ഞാനൊക്കെ എഴുതാനിരുന്നപ്പോൾ എഴുതിയ ഹരിശ്രീ ഉണ്ടല്ലോ, കാളിദാസൻ നാക്കിൽ കാളി ഭഗവതി എഴുതാണ്. അപ്പോൾ വിദ്യക്ക് തടസ്സം ഉണ്ടായിരുന്നു. വിഘ്നത്തിന് ആളാരാണ്? ഗണപതി. അതുകൊണ്ട് ഗണപതിയെ സൂചിച്ചുകൊണ്ടാണ് എഴുതുന്നത്, ഹരിശ്രീ ഗണപതായേ നമ അവിഘ്നമസ്തു. കാളിദാസൻ അറിവുള്ളവനായി മാറി. കാളിദാസൻ അത് വീട്ടിൽ വന്നു, അറിവങ്ങോട്ട് പറയാൻ തുടങ്ങി. സ്ത്രീ അമ്പരന്ന് പോയി. സ്ത്രീ പറഞ്ഞു, അസ്ഥി കജ്ജി ദാകുലാസ. ഓ, എന്തൊരു അറിവോടായി മനുഷ്യൻ. കാളിദാസൻ പറഞ്ഞു, എന്നോട് ബന്ധമൊന്നുമില്ല, നീ എന്നെ അടിച്ചിറക്കി വിട്ടല്ലേ, ഞാൻ പോവാം. പക്ഷെ നീ പറഞ്ഞ 3 വാക്കില്ലേ, അത് വെച്ച് ഞാൻ 3 മഹാകാവ്യമുള്ളൂ. കാളിദാസൻ ആദ്യം കുമാരസംഭവം എഴുതുകയാണ്. തുടങ്ങുന്നത് എങ്ങനെയാണ്? അസ്തുസ്തരസ്യാം ദിശി ദേവതാത്മ. ഭാര്യയുടെ വാക്കിൽ നിന്ന് അസ്ഥി, അത് വെച്ചാണ് ആദ്യത്തെ മഹാകാവ്യം. രണ്ടാമത് കാളിദാസൻ മേഘസന്ദേശം എഴുതുകയാണ്. തുടങ്ങുന്നത് എങ്ങനെയാണ്? ഖജ്ജിത് തീർത്തിട്ടാണ് തുടങ്ങുന്നത്. മൂന്നാമത് കാളിദാസൻ രഘുവംശം എഴുതി. ഗ്രേറ്റ് വർക്ക്. 9. ശ്രീരാമചന്ദ്രന് മുമ്പുള്ള 3 തലമുറ, ശ്രീരാമചന്ദ്രന് ശേഷമുള്ള 3 തലമുറ,
നടുക്ക് ശ്രീരാമചന്ദ്രൻ. രഘുവംശത്തിൽ 7 രാജാക്കന്മാരുടെ കഥയാണ് രഘുവംശം. തുടങ്ങുന്നത് എങ്ങനെയാണ്? വാഗുലാസ വാണി ഗണപതി. ഭാര്യ പറഞ്ഞ അസ്ഥി കജ്ജിത് വാഗുലാസ, 3 വാക്ക് ചേർത്തിട്ട് 3 മഹാകാവ്യം തുടങ്ങി കാളിദാസ്. അപ്പോൾ മനുഷ്യൻ്റെ തലച്ചോറിന് അറിവ് നൽകുന്നത് കാളി ഭഗവതിയാണ്. അത് നമ്മളെ കാണിക്കാൻ വേണ്ടിയാണ് കഴുത്തിലൊരു തലയോട്ടി ഇങ്ങനെ തൂക്കി ഇട്ടിരിക്കുകയാണ്. ഏറ്റവും താഴെ മനുഷ്യൻ്റെ വിരളം മുറിച്ച് അരിഞ്ഞാണം ഉണ്ടാക്കിയിരിക്കുകയാണ്. ലോകത്തിൽ എന്തെല്ലോ സാധനം കൊണ്ട് അരിഞ്ഞാണം ഉണ്ടാക്കാൻ. ഇതിനാണ് ഈ മനുഷ്യൻ്റെ വിരളം മുറിച്ച് അരിഞ്ഞാണം ഉണ്ടാക്കുന്നത്. എഴുതാനുള്ള കഴിവ് കാളി ഭഗവതിയുടെ ദാനമാണ്. ഇത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വിരളം മുറിച്ച് ഇട്ടിരിക്കുന്നത്. കാളിദാസൻ്റെ കാലത്ത് രാജാക്കന്മാർക്ക് സമസ്യ ഇടുന്ന പരിപാടിയാണ്. 4ാമത്തെ വരി കൊടുക്കും, ബാക്കി 3 വരി ഫില്ലപ്പ് ചെയ്യണം. ഒരിക്കൽ വിക്രമാദിത്യ രാജാവ് യുവമാരെ ഒന്ന് വട്ടളക്കാൻ വേണ്ടി ഒരു സമസ്യ ഇട്ട് കൊടുത്തു. ഖ ഇഖ ഗ ഇഖ, അകത്ത് 4 വ്യഞ്ജനങ്ങളാണ്, 4 വ്യഞ്ജനാക്ഷരങ്ങൾ. കവികളെല്ലാം കൂടെ 5-6 ദിവസം നോക്കി ഒരു രക്ഷയില്ല. 7 ദിവസം ടൈം കൊടുത്തിരിക്കുന്നത്. 7ാം ദിവസം രാവിലെ ആയപ്പോൾ കാളിദാസൻ നേരെ കാളിക്ഷേത്രത്തിൽ വന്നു ഉജ്ജയിനിയിൽ. ഭഗവതിയെ, നീയാണ് എനിക്ക് അറിവ് തന്നത്. ഞാനൊരു സമസ്യ ബില്ലാക്കാൻ നോക്കുന്ന ഒരു രക്ഷയില്ല, നീ എന്നെ സഹായിക്കണം പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞ് കാളിക്ഷേത്രത്തിനപ്പുറത്തെ സ്റ്റെപ്പ് ഇറങ്ങി, 12 സ്റ്റെപ്പ്, ഞാനവിടെ പോയി ആ സ്റ്റെപ്പ് ഇറങ്ങി ചെന്നങ്ങോട്ട് ഇറങ്ങിയ ഒരു പാറയാണ്. തൊട്ടപ്പുറത്ത് നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതേ അവിടെ ഇരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി ചിരിച്ചുകൊണ്ട് വന്നു. കാളിദാസൻ ചോദിച്ചു, കാത്തോമ്പാലെ ഞാനാ മോളെ? അവൾ പറഞ്ഞു, കാഞ്ചനമാല, എൻ്റെ പേര് കാഞ്ചനമാല എന്നാണ്. കസ്യാപുത്രി നീ ആരുടെ മോളാ? അവൾ പറഞ്ഞു, കനകലതായ മോളാ. കാളിദാസൻ ചോദിച്ചു, കിംബാഹാസൻ്റെ കയ്യിലെന്താ മോളെ? അവൾ പറഞ്ഞു, കദലീപത്രം, താളിയോലയാണ്. കാവാരക്ക എന്തോ മോളെ അതിനകത്ത് എഴുതിയിരിക്കുന്നേ? കൊച്ചുകുട്ടി ചിരിച്ചോണ്ട് പറഞ്ഞു, ക ഇക്ക ഗ ഇക്ക. കാളിദാസന് അപ്പം മനസ്സിലായി കാളി ഭഗവതിയാണ്. കാളി ഭഗവതി ഡിസപ്പിയർ ചെയ്തു, അപ്രത്യക്ഷമായി. 1ാമത്തെ വരി കേട്ടപ്പോഴേ കാളിദാസനെ മനസ്സിലാകേണ്ടതായിരുന്നു. കാത്തോമ്പാലെ കാഞ്ചനമാല. കാഞ്ചനമാല എന്ന് കാളി ഭഗവതിയുടെ പര്യായതാണ്. സ്വർണ്ണ നിറമുള്ള സുന്ദരി, കാഞ്ചനത്തിന് നിറമുള്ള സുന്ദരി. പക്ഷെ 1ാമത്തെ വരി കേട്ടപ്പോൾ കാളിദാസന് മനസ്സിലായില്ല. കാളിദാസൻ ആ സമസ്യ വെല്ലിപ്പിക്കൊണ്ട് പോയി 1000 സ്വർണ്ണ നാണയം കിട്ടി കാളിദാസൻ. അപ്പോൾ ഈ ശ്ലോകത്തിന് പ്രത്യേകത എന്താണ്? അതിൻ്റെ ആദ്യത്തെ അക്ഷരം കായാണ്, നടുക്കത്തെ അക്ഷരം കായാണ്. കത്തോമ്പാലെ കാഞ്ചനമാല, കസ്യാപുത്രി കനകലതായ, കിംവാഹസ്തെ കദലീപത്രം, കാവാരഖ ക ഇക്ക ഗ ഇക്ക. എല്ലാവരുടെയും തുടക്കവും കായാണ്, നടുക്കത്തെ അക്ഷരവും കായാണ്. അപ്പം ഇത് എഴുതാനുള്ള കഴിവ് കാളി ഭഗവതിയുടെ ദാനമാണ്. അതുകൊണ്ടാണ് പഠിക്കുമ്പോൾ നമ്മൾ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കും. സരസ്വതിയെ നമിസ്തുവോ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കും. പരീക്ഷയുടെ നമ്മൾ രാവിലെ പോകുന്നത് എവിടെയാണ്? പരീക്ഷയുടെ അന്ന് ഹിന്ദുക്കൾ പോകുന്നത് കാളിക്ഷേത്രത്തിലാണ്. പരീക്ഷയുടെ ആളെ കാളി ഭഗവതിയാണ്. അത് കാണിക്കാൻ വേണ്ടിയാണ് വിരളം മുറിച്ച് അരിക്കാനിട്ട് നിൽക്കുന്നത്. അപ്പോൾ കാളി ഭഗവതി വിഗ്രഹം കണ്ട് പേടിക്കുന്നൊരു കുട്ടിക്ക് എന്താ മോനെ കാളി ഭഗവതി ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്ന് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം. എങ്കിലേ കുട്ടി കാര്യം മനസ്സിലാവത്തുള്ളൂ. നാഗവിഗ്രഹത്തിന് മുമ്പിൽ തൊഴുന്ന അമ്മയോട് കുഞ്ഞു ചോദിക്കും, എന്താ അമ്മയോട് തൊഴുന്നത്? പാമ്പടാ, മുഖം പാമ്പാണ് തൊഴുകാണ്. കുട്ടി +2 എത്തുമ്പോൾ നാജ മുറുക്കം പാമ്പിനെ പറ്റി പഠിക്കും. അവൻ വിചാരിക്കും, എൻ്റെ അമ്മ എന്തൊരു വിവരം കെട്ട പെണ്ണുപിള്ള, പാമ്പിനെ തൊഴുന്നു. പക്ഷേ നാഗം എന്താണെന്ന് എൻ്റെ ശാസ്ത്രീയത കുഞ്ഞിനെ മനസ്സിലാക്കിയാൽ കുഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി കയറുമ്പോൾ DNA മോളിക്കുലിനെ പറ്റിയും സ്പേമിനെ പറ്റിയൊക്കെ പഠിക്കും. അപ്പോൾ കുട്ടി ആയിരിക്കും, എൻ്റെ അമ്മയ്ക്ക് എന്തൊരു അറിവൂടാ, നാഗം ഇതാണെന്ന് തന്നെ അമ്മ ചെറുപ്പത്തിലെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഓരോ ഹിന്ദു ക്ഷേത്രത്തിലെയും ഓരോ വിഗ്രഹത്തെയും അച്ഛനമ്മയ്ക്ക് ആദ്യം മനസ്സിലാവണം. കുട്ടിക്ക് വളരെ ചെറുപ്പത്തിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഹിന്ദുമതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി അവനൊരു ഉത്തമ സനാതന ധർമ്മിയായി ജീവിക്കും. ഇത് അച്ഛനമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലല്ലോ. കുട്ടിക്ക് ഇതൊന്നും അന്ധവിശ്വാസമാണെന്നേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സനാതനധർമ്മത്തിൻ്റെ ഓരോ സങ്കല്പത്തെയും കുട്ടികൾക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ വരുമ്പോൾ പരമശിവൻ നിൽക്കുന്നു, അപ്പുറത്ത് വിഷ്ണു ഭഗവാൻ സ്ത്രീ രൂപത്തിൽ മോഹിനിയെ നിൽക്കുക. ആ രൂപത്തിൻ്റെ സംയോജനത്തിലൂടെ അയ്യപ്പ ഭഗവാൻ ഉണ്ടായി എന്ന് പുരാണത്തിലില്ല, മലയാളികളെ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് ഈ സംഭവം? ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ സംഭവം എന്താണ്? കൃത്യമാണ് നിങ്ങൾ മനസ്സിലായിക്കോണം. വിഷ്ണു ഭഗവാന്റെ ദശാവതാരം, മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ,
രാമോ രാമച്ച രാമ, 3 രാമന്മാരാണ്. പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, കൃഷ്ണ, കൽക്കി. അതിലെ 2ാമത്തെ അവതാരമാണ് കൂർമാവതാരം. എന്തിനാണ് ഈ കൂർമാവതാരമായിട്ട് അവതരിച്ചത്? കൂർമാവതാരമായിട്ട് അവതരിക്കാനുള്ള കാരണം, ഹയഗ്രീവൻ വേദങ്ങളെ അറിവിനെ മുഴുവൻ അടിച്ച് കടലിനടി കൊണ്ടുവച്ചു. അത് കടഞ്ഞ് പുറത്തെടുക്കണം. അപ്പോൾ അതൊരു ശ്രമമാണ്. പക്ഷേ പലരും ചെയ്ത മരണത്തെ അതിജീവിക്കണം. അത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നടക്കണമെങ്കിൽ അമൃത് വേണം. അതിനുവേണ്ടി കടയണം. എന്നിട്ട് കടയും മന്ത്രപൂർവ്വം കൊണ്ടുവന്നു. ഒരു സ്ഥലത്ത് ഉറച്ചിരിക്കുന്ന മല കറക്കാൻ പറ്റുമോ? പറ്റിയാൽ ഭഗവാൻ പറഞ്ഞു, ഞാൻ ആമയായിട്ടോ നടി നിന്നോളാം, നിങ്ങൾ അതിനുണ്ടെങ്കിൽ മന്ത്രപൂർവ്വം വെച്ചിട്ട് കറക്കണം. എന്നിട്ട് കറക്കും. അന്ന് ഈ മലയാളികൾ കയറുണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല, പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ദേവന്മാരും അസുരന്മാരും പറഞ്ഞു, ഭഗവാന്റെ കഴുത്തെ കിടക്കുന്ന വാസുകിയില്ലേ, അതിനെ വെച്ച് അങ്ങോട്ട് കറക്കാം. ഭഗവാൻ പറഞ്ഞു, വാസുകി നീ പൊക്കളാൻ വന്നു. വാസുകി മലടി ചുറ്റി കറക്കാൻ തുടങ്ങി. അപ്പോൾ പലരും നടന്നപ്പോൾ എന്താ സംഭവിച്ചേ? ആദ്യം 69 സാധനം പൊങ്ങി വന്നു. ഓരോ സാധനവും പ്രത്യേകം പഠിച്ചോണം. നവരത്നങ്ങൾ 9 പൊങ്ങി വന്നത് കടലിനടിയിൽ നിന്നാണ്. ലക്ഷ്മി ഭഗവതി പൊങ്ങി വന്നത് പലാഴിമതനത്തിലാണ്. അങ്ങനെ 69 നല്ല സാധനങ്ങൾ പൊങ്ങി വന്ന ശേഷം 70ാമത് പൊങ്ങി വന്നതാണ് അമൃത്, മരണത്തെ അതിജീവിക്കാനുള്ളത്. അപ്പോൾ കൊച്ചുകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? മോനെ, കഠിനാധ്വാനം ചെയ്യാതെ ഭൂമിയിൽ വിജയമില്ല. ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്. ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം. ദ ഹൈറ്റ്സ് ദാറ്റ് ഗ്രേറ്റ് മെൻ റീച്ച്ഡ് ആൻഡ് കെപ്റ്റ് are not attained by sudden flight. They, while their companions slept, were toiling upwards in the night. യാത്രയുടെ യാമങ്ങളിൽ പഠിക്കാത്ത ആർക്കും മോനെ ഒരു പരീക്ഷയും പാസ്സാകാൻ പറ്റില്ല. പാലാഴി മദനത്തിൽ എത്ര നാൾ കഷ്ടപ്പെട്ടിട്ടാണ് അടിയിൽ നിന്ന് ഈ 69 സാധനം പൊങ്ങി വന്നത്, അമൃത് ഉൾപ്പെടെ. അപ്പോൾ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടണമെങ്കിൽ ഇതുപോലെ കഠിനാധ്വാനം ചെയ്താലേ പറ്റൂ. അപ്പോൾ എന്തിനാണ് ഈ ആമയുടെ രൂപത്തിൽ വന്നത്? ആമ ആംഫീബിയനാണ്, വെള്ളത്തിലും കരയിൽ ജീവിക്കാൻ കഴിയുന്നതാണ് ആമ. പക്ഷെ ആമയ്ക്കൊരു ഗുണമുണ്ട്, എന്താണെന്നറിയാമോ? ലോങ് ആർഡോസ് വർക്ക് ചെയ്യാൻ ആമയ്ക്ക് കഴിയും. നമ്മൾ സ്കൂളിൽ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. മുയലും ആമയും കൂടെ മത്സരിച്ചു. മുയൽ ഒരൊറ്റ ഓട്ടം ഓടി അവിടെ വിശ്രമിച്ചു പോയി. ആമ മത്സരം ജയിച്ചു. ഈ കഥ ശരിയാണോ എന്നറിയാൻ വേണ്ടി BBC വേൾഡ് സർവീസ് ലണ്ടൻ പട്ടണത്തിൽ ഒരു മത്സരം വെച്ചു. ഒരു മുയലിനെ ഒരു ആമയും കൂടെ മത്സരിപ്പിച്ചു. മുയൽ ഒരൊറ്റ ഓട്ടം ഓടി ഒരു 150 മീറ്റർ വന്നിട്ട് മുയൽ നിന്നു. മുയലിൻ്റെ കുഴപ്പമില്ല കേട്ടോ, ഈശ്വരൻ മുയലിനെ ഉണ്ടാക്കിയത് കോൾഡ് ബ്ലഡ് ആനിമൽസ് ആയിട്ടാണ്. കോൾഡ് ബ്ലഡ് ആനിമലിന് ഒറ്റ സ്ട്രെച്ചിന് ഒരു 150 മീറ്റേഴ്സുകൾ ഓടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കുറുക്കന് മുയലിനെ പിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഇൻഹറൻറ്റ് ഡിഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഈ മുയൽ ഓടി ഒരു 150 മീറ്റർ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അത് റെസ്റ്റ് എടുക്കാൻ, ശ്വാസമൊക്കെ കിട്ടിയിട്ട് അതിന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ആമയോ, ആമ ടക്കേ നടന്നിട്ട് മത്സരം ജയിച്ചു. നിങ്ങൾ BBC ആ മത്സരം റിയലി ബ്രോഡ്കാസ്റ്റ് ചെയ്ത് നിങ്ങൾ കണ്ടു കാണും, അല്ലെങ്കിൽ നിങ്ങൾ നെറ്റിൽ കയറി നോക്കിയാൽ മതി. ആമയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടാൽ ബോംബെ വരെ പതുക്കെ അത് നടന്നങ്ങ് പോകും. ലോങ് ആൻഡ് ആർഡോസ് വർക്ക് ചെയ്യാൻ ആമയ്ക്ക് പറ്റും, മുയലിന് പറ്റിയല്ല. അതുകൊണ്ടാണ് ആമയുടെ ഷേപ്പിൽ ഭഗവാൻ വന്നത്. ആമയുടെ പുറത്ത് വെച്ച് ഇങ്ങനെ കറക്കാണ്. അങ്ങനെ കറക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ പാമ്പ് ഛർദ്ദിച്ചു, കാളുകൂടെ വിഷം കൊണ്ട് ഛർദ്ദിച്ചു. ലോകം മുഴുവൻ നശിച്ചു അത് പരന്നാൽ. അപ്പം എന്ത് ചെയ്തു? ഭഗവാൻ പരമശിവൻ എടുത്തങ്ങ് വിഴുങ്ങി. ഭഗവാൻ മരിച്ചു പോകുന്നു പേടിച്ചിട്ട് ഭാര്യമാർ ഭർത്താക്കന്മാരുടെ ശരീരത്തിൽ ഞെക്കിപ്പിടിക്കാൻ പാടില്ലാത്തൊരു സ്ഥലമുണ്ട്, കൊങ്ങ. ആ കൊങ്ങ കയറി ഒരു ഒറ്റ ഞെക്ക് പാർവതി. ഒരു ഭാര്യ ഇവിടെ കയറി ഭർത്താവിനെ ഞെക്കാൻ പാടില്ല, അടി പാഴ്സലായിട്ട് കിട്ടും. പാർവതിക്ക് സ്വന്തം ഭർത്താവിനെ മനസ്സിലായില്ല. പരമശിവൻ മരണത്തിൻ്റെ ദേവനാണ്. പരമശിവനും മരണമില്ല. മരണമില്ലാത്ത ദേവൻ മരിക്കുമെന്ന് ഭയപ്പെട്ടിട്ട് ഭർത്താവിൻ്റെ കൊങ്ങ കയറി പിടിച്ചു ഭാര്യ. ഈ പാർവതിയുടെ തെറ്റ് ഇവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീയും കാണിക്കാൻ പാടില്ല. ഭർത്താക്കന്മാരുടെ കഴിവ് എന്തൊക്കെയാണ്, അവർക്ക് എന്തെല്ലാം കഴിയും. ലോകപ്രസിദ്ധരായ പല ഭർത്താക്കന്മാരും വീട്ടിൽ ചെന്ന് വെറും കഴുതകളെ പോലെയാണ് ഈ ഭാര്യമാർ കരുതുന്നത്. അതാണ് ഈ ഭാര്യമാരുടെ ഒരു കുഴപ്പം. അപ്പോൾ എല്ലാ ഭാര്യയോടും പുരാണ കഥ പറഞ്ഞു തരികയാണ്, അണ്ടർസ്റ്റാൻഡ് ഹൂ ഈസ് യുവർ ഹസ്ബൻഡ്, റിയലൈസ് വാട്ട് ഈസ് ഹിസ് ഗ്രേറ്റ്നസ്. പാർവതി കാണിച്ച മണ്ടത്തരം കാണിക്കാൻ പാടില്ല.
പരമശിവൻ്റെ കഴുത്തിൽ ഈ വിഷം അങ്ങ് സോൾഡിഫൈ ചെയ്തു. അവിടെയാണ് നീലകണ്ഠനായതല്ലോ പരമശിവനെന്ന് വള്ളത്തോൾ പാടുന്നു. അപ്പം കഴുത്തിൽ എന്ത് അണിയുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അച്ഛനായ പരമശിവന് നീലകണ്ഠനായി, മകൻ അയ്യപ്പനോ മണികണ്ഠനായി, മണി കെട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദേവൻ്റെയും കഴുത്തിൽ എന്താണെന്നുള്ള പ്രത്യേകം ശ്രദ്ധിച്ചാണ്. ഓരോ ദേവതയുടെയും കഴുത്തിൽ കിടക്കുന്ന ആഭരണത്തിന് വലിയ പ്രത്യേകതയാണ്. എനിക്ക് സമയമില്ലാതെ ഞാൻ അവിടെ കയറുന്നില്ല. അപ്പോൾ നീലകണ്ഠനായ അച്ഛനും മണികണ്ഠനായ മകൻ അയ്യപ്പനും. അപ്പം മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ലോകത്തിൽ നമ്മൾ ശ്രേഷ്ഠമായി എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചാൽ അതിന് ബൈ പ്രോഡക്റ്റാണ്. പേപ്പർ ഉണ്ടാവണം. പുല്ലൂർ പേപ്പർ മില്ലുണ്ടാക്കി, ഈറ എളുപ്പത്തിൽ കിട്ടും വനത്തിൽ മനുണ്ടാക്കി. കല്ലട ആറ്റിലെ നദീ വെള്ളം ശുദ്ധമായ വെള്ളമായിരുന്നു. പക്ഷേ പേപ്പർ മില്ലും കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പം വിഷം വമിക്കാൻ തുടങ്ങി. കല്ലടയാറ് കറുത്തൊഴുകാൻ തുടങ്ങി. കൈയിട്ട അപ്പോഴെ ചൊറി. കവി പാടി, കല്ലടയാറ് ഒഴുകുന്നു വിഷലിപ്തമായി. ഇതൊരു ബൈ പ്രോഡക്റ്റാണ്. ആ ബൈ പ്രോഡക്റ്റിനെ കൺസ്യൂം ചെയ്യാൻ മനുഷ്യന് പറ്റിയില്ലെങ്കിൽ ആ പ്രോഡക്റ്റ് മനുഷ്യനെ നശിപ്പിക്കും. പേപ്പർ വേണ്ടേ? ഇല്ലെങ്കിൽ പുസ്തകം അടിക്കാൻ ഉണ്ടാക്കാൻ പറ്റും, പത്രം അടിക്കാൻ പറ്റുമോ? പറ്റിയല്ല. പക്ഷെ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ വിഷത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിരിക്കണം. കോഴിക്കോട് ഒരു നദിയുണ്ട്, കല്ലായിപ്പുഴ. എന്തൊരു ശുദ്ധമായ വെള്ളമെന്നറിയോ? കല്ലായിപ്പുഴ ഒരു മണവാട്ടി എന്ന് പാടി സിനിമയിൽ. പക്ഷെ ആ സ്ഥലത്ത് മാവൂ റയോൺ എന്നൊരു കമ്പനി വന്നു. റയോൺസ് എല്ലാം നല്ലതാണ്. റയോൺസ് ഉപയോഗിക്കുന്ന സാരി പെണ്ണുങ്ങൾ കൊടുത്താൽ നല്ല സൗന്ദര്യമാണ്. പക്ഷേ റയോൺസ് ഉണ്ടാക്കണമെങ്കിൽ അതിനകത്തൊരു വിഷ പ്രോഡക്റ്റ് ഉണ്ട്. ഇത് കല്ലായിപ്പുഴയിൽ ഇറക്കാൻ കിട്ടും. കല്ലായിപ്പുഴ മുഴുവൻ നശിച്ച് കൈ തൊടാനൊക്കത്തില്ല, ഒരു തുണി പോലും അലക്കാനൊക്കത്തില്ല. നദിയുടെ അടുത്തുള്ള കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്താൽ ആ വെള്ളം വരുന്നത് കറുത്തറത്തില്ല. അവസാനം നമ്മുടെ സഹാക്കളെല്ലാം കൂടെ സമരം ചെയ്ത് കമ്പനി പൂട്ടി. പുല്ലൂർ പേപ്പർ മില്ലിലും നമ്മുടെ സഹാക്കൾ സമരം ചെയ്ത് കമ്പനി പൂട്ടി. അങ്ങനെ രക്ഷിച്ചു. അപ്പം അന്ന് പരമശിവൻ രക്ഷിച്ചു. ഇപ്പോൾ നമ്മുടെ സഹാക്കൾ ഇങ്ങനെയുള്ള വിഷം ഉണ്ടാക്കുന്നതിനെല്ലാം സ്റ്റോപ്പ് ചെയ്യും, നശിപ്പിക്കും, കമ്പനി നശിപ്പിക്കും. അതുകൊണ്ട് ഗുണമുണ്ട്. അപ്പം നമ്മളോട് പറഞ്ഞു തരികയാണ്, നിങ്ങൾ ഈ ലോകത്തിൽ മഹത്തരമായി എന്ത് ചെയ്താലും അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ഒരു വിഷമാണ്. ആ വിഷത്തെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കും. അതാ പാലാഴിമത്തിൽ പഠിപ്പിക്കുന്നതാണ്. അവസാനം അമൃത് കിട്ടി. അമൃത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? അസുരന്മാരുടെ കയ്യിലാണ് കിട്ടിയ. അത് അടിച്ചടക്കാൻ വേണ്ടി വിഷ്ണു ഭഗവാൻ മോഹിനിയുടെ രൂപത്തിൽ വന്നു. മോഹിനിയുടെ രൂപത്തിൽ. അപ്പം നമുക്ക് പറഞ്ഞു തരികയാണ്, ഒരു മനുഷ്യന് അസറ്റ് കിട്ടും. ഒന്നുകിൽ അച്ഛൻ നമുക്ക് വീതത്തിലൊരു സ്വത്ത് തന്നു, ഇല്ലെങ്കിൽ അച്ഛൻ നല്ലൊരു വീട് തന്നു, അല്ലെങ്കിൽ നമ്മുടെ കഠിനാധ്വാനം ചെയ്തിട്ട് പരീക്ഷ പാസ്സായി, IAS പരീക്ഷ പാസ്സായി. ആ പോസ്റ്റിലിരുന്നാൽ ചീഫ് സെക്രട്ടറിയുടെ എത്താം, IPS സീറ്റ് DGP വരെ എത്താം. പക്ഷേ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ചൂതാട്ടം ചെയ്ത് കള്ളച്ചൂത് കളിച്ച് കംപ്ലീറ്റ് വസ്തു പോയെന്നിരിക്കും. നളൻ രാജാവല്ലായിരുന്നു, പക്ഷെ നളൻ എന്ത് ചെയ്തു? ചൂത് കളിച്ചു, രാജ്യം മുഴുവൻ അങ്ങ് പോയി. സ്വർണം കയ്യിലുണ്ട്, കൊണ്ട് പണയം വെച്ചു. അവസാനം സ്വർണ്ണം എടുക്കാൻ പൈസ ഇല്ല, ബാങ്ക് അത് ലേലം വിളിച്ചങ്ങ് പോവും. നമുക്ക് അമൂല്യമായ അമൃതുകൾ കിട്ടും, സൂക്ഷിക്കാൻ പറ്റിയിരിക്കണം. അച്ഛൻ തന്നാണേലും നിങ്ങൾ പരീക്ഷ എഴുതി പാസ്സാകാണേലും. IAS പരീക്ഷ കയറി പാസ്സായിട്ട് പെണ്ണ് കേസിലും പെട്ട് കൈക്കൂലി കേസിലും പെട്ടാൽ എന്ത് പറ്റും? IAS അങ്ങ് എടുത്ത് കളയും, ഡിസ്മിസ് ചെയ്യും നിങ്ങളെ. ചീഫ് സെക്രട്ടറി റിട്ടയർ ചെയ്ത് നിങ്ങൾ ചിലപ്പോൾ 7 കൊല്ലം ജയിലിൽ പോയി കിടക്കും. ഇവിടെയാണ് പ്രശ്നം. അപ്പോൾ അമൃത് പോലെ അമൂല്യമായത് അസുരന്മാർ കിട്ടി, അവരത് കളഞ്ഞെന്താ കാര്യം? പെണ്ണിനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ലോകത്തിലെ എല്ലാ ക്രൈമും ഉണ്ടാകുന്ന 3 മോഹമാണ്: മണ്ണാശ, പൊന്നാശ, പെണ്ണാശ. മണ്ണ് കൊടുത്താൽ മണ്ണിന് ആഗ്രഹം ഉണ്ടായാൽ അടി, അതിലേർക്കുണ്ടാവും, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവും. പൊന്നിനെ ആഗ്രഹിച്ചാലോ മോഷണം, ഡക്കോയിറ്റി, കൊലപാതകം എല്ലാം ഉണ്ടാവും. പെണ്ണിനെ ആഗ്രഹിച്ചാൽ എന്ത് പറ്റും? രാമായണ യുദ്ധം ഉണ്ടാവും. സീതാദേവി സുന്ദരിയായിരുന്നു, രാമായണ യുദ്ധം ഉണ്ടായി. ഹെലൻ ട്രോയ് സുന്ദരിയായിരുന്നു, ട്രോയ് യുദ്ധം ഉണ്ടായി. അപ്പം മണ്ണാശ, പൊന്നാശ, പെണ്ണാശ, ഈ 3 ആശയാണ് കുഴപ്പം. അതാണ് കുഞ്ചൻ നമ്പ്യാർ പാടിയത്. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകളിൽ സുലഭം. അപ്പോൾ ഈ പെണ്ണിനെ കൊടുത്ത് മോഹിപ്പിച്ചാൽ അപകടം ഉണ്ടാവും. അപ്പോൾ അഴിമതി എങ്ങനെ ഉണ്ടാവുന്നു? പ്രസിദ്ധമായി സോഫോക്ലീസിൻ്റെ പ്രസിദ്ധമായ പുസ്തകമാണ്. അതിനകത്ത് പറയുന്നത് 3 Ws, 3 W കൊടുത്താൽ അപകടമാണ്. ഒന്ന് വൈൻ, വെൽത്ത് ആൻഡ് വുമൺ. W തുടങ്ങുന്ന 3 വാക്കാണ്. കള്ളു കുടിച്ചോ വീഴുന്നവന് കള്ളു കൊടുത്തവനെ വീഴിക്കും. ചിലർക്ക് വെൽത്ത് കൊടുക്കണം, സ്വത്ത് കൊടുക്കണം. തിരുവനന്തപുരത്ത് പറയുന്ന ചീച്ചി, ചില്ലറ ചെലവിൻ്റെ ആദ്യ അക്ഷരങ്ങളാണ്. ഈ ചീച്ചി എന്നല്ല, ചീച്ചി. ചീച്ചി കൊടുത്താൽ വീഴും. ഇത് രണ്ടും കൊടുത്ത് വീഴാത്തതിന് എന്ത് ചെയ്യും?
ഒരു പെണ്ണിനെ സപ്ലൈ ചെയ്താൽ വീട്. ഒരു പെണ്ണിനെ കൊടുത്താൽ 99% വീണിരിക്കും. അവൻ വീണില്ലെങ്കിലും എന്തോ മെഡിക്കൽ പ്രോബ്ലം ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം, നീ പെണ്ണിനെ കൊടുത്തിട്ടും വീഴാത്തവനെ. അപ്പോൾ ഈ പരിപാടിയാണ് വിഷ്ണു ഭഗവാൻ പറ്റിച്ചത്. 3Ws വിമൻ കൊടുത്തന്നെ വീഴിക്കുക. സുന്ദരിയായ മോഹിനിയെ കൊണ്ടുവന്നു. മോഹിനിയെ കണ്ട് അസുരന്മാർ വീണു. അസുരന്മാരുടെ കയ്യിൽ നിന്ന് അമൃത് ദേവന്മാരടിച്ചുകൊണ്ട് പോയി. അപ്പോൾ നമ്മളൊരു വെൽത്തിൻ്റെ കസ്റ്റോഡിയനായാൽ നമ്മളെ മോഹിപ്പിക്കാൻ പലതും ശ്രമിക്കും. ആ മോഹത്തിൽ നമ്മൾ വീഴാൻ പാടില്ല. അതുകൊണ്ട് മോഹിപ്പിച്ച രൂപമായതുകൊണ്ടാണ് മോഹിനി എന്ന പേര് വന്നത്. ഇന്ത്യ ലോകത്തിന് കൊടുത്ത മഹത്തായ ഒരു നൃത്തരൂപമുണ്ട്, ഭരതനാട്യം. പക്ഷെ കേരളം ലോകത്തിന് കൊടുത്ത ഏറ്റവും സുന്ദരമായ നൃത്തരൂപം മോഹിനിയാട്ടം. കേരളമാണ് മോഹിനിയാട്ടം സൃഷ്ട. അതെങ്ങനെയുണ്ടായി? വിഷ്ണു ഭഗവാൻ മോഹിനിയായ കഥയും ആ മോഹിനി അയ്യപ്പൻ്റെ അമ്മയായ കഥയും ഒക്കെ നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് കേരളത്തിൽ മോഹിനിയാട്ടം ഉണ്ടായത്. ഇന്ത്യയിൽ ഭരതനാട്യം ഉണ്ടായി, നമ്മൾ മോഹിനിയാട്ടം കൊടുത്തു. ആ മോഹിനി സങ്കല്പത്തിൽ മനുഷ്യനെ പ്രലോഭിപ്പിക്കാൻ പോകുന്ന ഒരു പ്രോസസ്സിൽ സ്ത്രീയുടെ ആകർഷണത്തിൽ വീഴരുത്. ഇത് മനസ്സിലാക്കാനാണ് മോഹിനിയായി വന്ന കഥ പുരാണത്തിൽ കൃത്യമായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ദേവന്മാർ മരണമില്ലാത്തവരായി. ആരുടെ കയ്യിലാണ് കിട്ടിയത്? അസുരൻ്റെ കയ്യിൽ. അവനാണ് മരണമില്ലാത്തവനാവേണ്ടിയിരുന്നത്. ഒരു ചതിയുടെ കഥയാണ്. ആ കഥയിൽ മോഹിനിയിലൂടെ അയ്യപ്പ ഭഗവാൻ ഉണ്ടായി എന്ന് മലയാളികൾ വിശ്വസിക്കുന്നു. പുരാണത്തിൽ ആ കഥയില്ല. പക്ഷെ മോഹിനി അസുരന്മാരുടെ കൂടെ പോയി. എന്നിട്ട് അസുരന്മാർക്ക് മോഹിനിയിൽ അനേക പുത്രന്മാരുണ്ടായി. പുരാണത്തിലെ കഥയിൽ യുവമാർ ലോകത്തിന് നാശമായി മാറി. അപ്പം അവരെ കൊല്ലാൻ വേണ്ടി പരമശിവൻ പോയി പാതാളത്തിലെ മോഹിനിയുടെ അസുരന്മാർക്ക് മോഹിനിലുണ്ടായ മക്കളെ മുഴുവൻ കൊന്നു. 100 മോഹിനികളുണ്ടായിരുന്നു. 300 മോഹിനികളായിട്ട് അസുരന്മാർക്കുണ്ടായ മുഴുവൻ കുട്ടികളും. ഇതാണ് പുരാണത്തിലെ കഥ. അപ്പോൾ നമ്മൾ ടെംപ്ടേഷനിൽ വീഴാതെ നമുക്ക് ഈശ്വരൻ എന്ന അസറ്റുകളെ സംരക്ഷിച്ച് അനന്തര തലമുറയ്ക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണം. ആ തത്വം നമ്മളെ പഠിപ്പിക്കുകയാണ് മോഹിനി. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പരമശിവൻ നിപ്പുണ്ട്. ശിവസഹസ്രനാമം പഠിച്ചിട്ട് പരമശിവൻ ആരാണെന്ന് മനസ്സിലാക്കണം. പരമശിവന് 18 രൂപാന്തരങ്ങളുണ്ട്. പരമശിവൻ ദക്ഷിണേശ്വരനാവുമ്പോൾ എങ്ങനെയാണ് മാറിയത്? പരമശിവൻ ശിവതാണ്ഡവമാടുന്ന രൂപത്തിൽ വരുമ്പോൾ കഞ്ചീപുരത്ത് പരമശിവൻ എങ്ങനെയാണ് മാറിയത്? പരമശിവൻ്റെ 18 രൂപാന്തരങ്ങൾ മനസ്സിലാക്കണം. അതോടെ അവതാരങ്ങൾ മനസ്സിലാക്കണം. വിഷ്ണു ഭഗവാന് ദശാവതാരമാണ്, ഭഗവതിക്ക് ദശാവതാരം. പരമശിവനോ 18 അവതാരങ്ങൾ, അഷ്ടദശാവതാരങ്ങൾ. അഷ്ടദശാവതാരങ്ങളിലെ പരമശിവൻ്റെ ഓരോ രൂപമാറ്റം എങ്ങനെയായിരുന്നു കൃത്യമായി പരമശിവനെ തൊഴുന്ന ഭക്തൻ അറിഞ്ഞിരിക്കണം. വിഷ്ണു ഭഗവാൻ ദശാവതാരം അറിഞ്ഞിരിക്കണം. വിഷ്ണു ഭഗവാൻ മോഹിനി രൂപം എടുത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അത് കഴിയുമ്പോൾ അയ്യപ്പ ഭഗവാൻ തറയിൽ പ്രസിദ്ധമായ മുദ്രാ ആസനത്തിലിരിക്കുകയാണ്. അയ്യപ്പ ഭഗവാൻ ആരാണെന്ന് നിങ്ങളോട് ഞാൻ പ്രസംഗിച്ചാൽ അത് അപകടമാണ്. നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ പ്രദർശിച്ച് ആരാധിക്കുന്ന രൂപമാണ്. പക്ഷെ അയ്യപ്പ ഭഗവാന്റെ ഭക്തി കേരളത്തിലെ ബുദ്ധമതത്തെയും ഹിന്ദുമതത്തെയും യോജിപ്പിച്ചു. ശാസ്താ സങ്കല്പം വന്നപ്പോൾ ധർമ്മശാസ്താവായി പരമശിവൻ മാറി, അയ്യപ്പൻ മാറി. അങ്ങനെ ബുദ്ധമതത്തെയും ഹിന്ദുമതത്തെയും യോജിപ്പിച്ചു. 12-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ശൈവരും വൈഷ്ണവരും തമ്മിൽ യുദ്ധം ഉണ്ടായി. ഭയങ്കര ബഹളമാണ്. ശൈവരും വൈഷ്ണവരും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ അതിനെ യോജിപ്പിച്ചു അയ്യപ്പ ഭഗവാൻ. അച്ഛൻ പരമശിവനും അമ്മ മോഹിനി വിഷ്ണു ഭഗവാൻ രൂപം ചേർന്നാണ് അയ്യപ്പനുണ്ടായത്, ശാസ്താവുണ്ടായത്. അപ്പോൾ എന്തുപറ്റി? ശൈവരും വൈഷ്ണവരും തമ്മിലടിക്കുന്നതിനെ യോജിപ്പിച്ചു അയ്യപ്പ ഭഗവാന്റെ വിശ്വാസം. പാണ്ഡ്യന്മാരിവിടെ വന്നു. അവരുടെ പ്രസിദ്ധമായ ആരാധനാ സമ്പ്രദായമാണ് അയ്യനാർ സങ്കല്പം. അയ്യനാർ സങ്കല്പത്തെ അയ്യപ്പ ഭഗവാനോട് യോജിപ്പിച്ചു. അപ്പോൾ തമിഴ്നാടിൻ്റെ ആരാധന രീതി കേരളത്തിൻ്റെ ആരാധന രീതി ഒന്നിച്ചു അയ്യപ്പ ഭഗവാന്. അപ്പോൾ ബുദ്ധമതത്തെ ഹിന്ദുമതത്തെയും കൂടെ യോജിപ്പിച്ചു, ശൈവരെയും വൈഷ്ണവരെയും കൂടെ യോജിപ്പിച്ചു. തമിഴ്നാട്ടിലെ അയ്യനാരെയും കേരളത്തിലെ അയ്യപ്പനെ യോജിപ്പിച്ചപ്പോൾ ഈ 2 ആരാധനാക്രമങ്ങൾ യോജിച്ചു. 1321 പാണ്ഡ്യന്മാരോട് വന്നതിന് ശേഷം. അത് കഴിഞ്ഞപ്പോൾ ഹരിഹരസുത സങ്കല്പത്തിന് പുതിയൊരു വ്യാഖ്യാനമാണ്. ധർമ്മശാസ്താവും ഹരിഹരസുതനും ശേഷം മണികണ്ഠ സങ്കല്പം ഉണ്ടായി. പന്തളത്ത് രാജാവ് എടുത്തു വളർത്തിയ മണികണ്ഠ സങ്കല്പം, അതിന് രൂപമാറ്റം ഏറെ. അപ്പോൾ എത്ര വിശ്വാസ സംഹിതകളെ
സംയോജിപ്പിച്ച ഐക്യത്തിൻ്റെ കാഹളമാണ് അയ്യപ്പ ഭഗവാന്റെ വിശ്വാസം. അത് മനസ്സിലാക്കണം. പരമശിവനെ മനസ്സിലാക്കണം, മോഹിനി രൂപത്തിൽ നിൽക്കുന്ന വിഷ്ണു ഭഗവാനെ മനസ്സിലാക്കണം, താഴെ ഇരിക്കുന്ന അയ്യപ്പ ഭഗവാനെ മനസ്സിലാക്കണം. വിഷ്ണു ഭഗവാൻ കറുത്ത നിറമുള്ള ആളായിരുന്നു. മോഹിനിയോ സുന്ദരിയായ മോഹിനി. കറുത്ത നിറമുള്ള വിഷ്ണു ഭഗവാന് വെളുത്ത സുന്ദരിയായി മാറാൻ കഴിയുന്നു. മനുഷ്യന് ഈ ലോകത്തിൽ പല പല മാറ്റങ്ങളുണ്ടാവും. ആ മാറ്റങ്ങളെ തന്നിലേക്ക് ആവാഹിക്കാൻ ഒരു മനുഷ്യനെപ്പോൾ കഴിയുമോ അപ്പോൾ മനുഷ്യൻ വിജയിക്കും. അവരച്ഛൻ്റെ അമ്മയുടെ മകളായി ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ ജനിക്കുക. കല്യാണം കഴിയുമ്പോൾ വേറൊരു വീട്ടിലൊരു പുരുഷൻ്റെ ഭാര്യയായി പോവുകയാണ്. അവിടെ വേറൊരു അച്ഛനമ്മയാണ്. അവിടെ അഡാപ്റ്റ് ചെയ്യാൻ ആ പെൺകുട്ടിക്ക് പറ്റിയില്ലെങ്കിൽ ഡൈവോഴ്സ് ഉൾപ്പെടെയുള്ള പല നാശം ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടി പരീക്ഷ ജയിച്ചു. ആ കുട്ടി IAS പാസ്സായി. പിറ്റേ ദിവസം ആ കുട്ടി കളക്ടറായിട്ട് വരികയാണ്. പഴയ ഗ്രാമത്തിലെ നെൽവയലിൻ്റെ തീരത്തുണ്ടായിരുന്ന വീട്ടിലെ പെൺകുട്ടി കളക്ടറേറ്റ് ചെല്ലുമ്പോൾ കളക്ടറായി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയിരിക്കണം. അല്ലെങ്കിൽ കുട്ടി സർവേ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു കുട്ടി വീടൊക്കെ പാസ്സായി, ഒരു സ്കൂളിൽ ടീച്ചറായി. കൊല്ലം ജില്ലയിൽ ജനിച്ചോളുന്ന കുട്ടി പോസ്റ്റിംഗ് കിട്ടിയപ്പം മലപ്പുറം ജില്ലയിൽ പോസ്റ്റിംഗ് ആകാം. മലപ്പുറത്തെ കുട്ടികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ഈ കൊല്ലത്തുകാരി സ്ത്രീ ടീച്ചർ എന്നുള്ളതിലേക്ക് പരാജയമായിരിക്കും. ഈ ട്രാൻസ്ഫർമേഷൻ മനസ്സിലാക്കിയിരിക്കണം. അതാണ് കറുത്ത വിഷ്ണു ഭഗവാൻ വെളുത്ത സുന്ദരിയായ മോഹിനിയായി. ആ വെളുത്ത സുന്ദരിയായ മോഹിനി പരമശിവനിൽ നിന്ന് ഗർഭമുണ്ടാക്കി അയ്യപ്പൻ എന്ന കുട്ടിക്ക് ജന്മം കൊടുക്കും. ഇത് ട്രാൻസ്ഫർമേഷനാണ്. ഈ ട്രാൻസ്ഫർമേഷൻ ഒരു ഭക്തനെ മനസ്സിലായാൽ മാത്രമേ ലൗകിക ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഈ ദേവസങ്കല്പത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ പരമശിവനും വിഷ്ണു ഭഗവാനും അയ്യപ്പൻ ഭഗവാനും കൂടെ നിൽക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ആരാധനയ്ക്ക് കേരളത്തിൻ്റെതായ വലിയ ആരാധന രൂപം ഉണ്ടായി. വടക്കേ ഇന്ത്യയിലെ ദേവസങ്കല്പങ്ങൾക്ക് തേങ്ങ എറിയുന്ന പരിപാടി ഇല്ല. കേരളത്തിൽ തേങ്ങ ഇഷ്ടം പോലെ ഭഗവാന്റെ അവിടെ ചെല്ലുമ്പോൾ തേങ്ങ എറിഞ്ഞുടച്ച് നമ്മൾ അയ്യപ്പ ഭഗവാനെ സ്തുതിക്കുകയാണ്. 18 പടിയിലൂടെ കയറുമ്പോൾ 18 സങ്കല്പങ്ങൾ കയറി അവിടെ ചെല്ലുകയാണ്. മകരസംക്രാന്തിക്ക് ആകാശത്ത് മകര നക്ഷത്രം ഉദിക്കുമ്പോൾ സോളാർ സിസ്റ്റത്തിന് ഗതി മാറി ഒഴുകുകയാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് നിന്ന ശബരിമലയിലെ മഹത്തായ ഉത്സവം, അതിൻ്റെ ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് മനസ്സിലാവണം. അവിടെ കറുത്തയും കറുപ്പനും, ഇവിടെ ജാതി വ്യവസ്ഥ കൊടികുത്തു വാഴുന്നൊരു കേരളം. പക്ഷെ അവിടെ കറുത്തയും കറുപ്പനും വാവരസ്വാമിയും അയ്യപ്പ ഭഗവാനും ഒരുമിച്ച് ഒരേ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്ന സങ്കല്പങ്ങളായി മാറി. ഒരു ജാതി വ്യവസ്ഥയും ശബരിമലയെ ബാധിച്ചില്ല. അതാണ് അയ്യപ്പ ഭഗവാന്റെ മഹത്വം എന്ന് പറയുന്നത്. അപ്പോൾ ആ മഹത്വത്തിൽ അയ്യപ്പ ഭഗവാനെ മനസ്സിലാക്കാനും പ്രാർത്ഥിക്കാനും ഈ ക്ഷേത്രത്തിൽ നിന്ന് ഭക്തർക്ക് മനസ്സിലാവണം. അതുകൊണ്ട് 10,000 കൊല്ലം പഴക്കമുള്ള 46 രാജ്യങ്ങളിൽ പരന്നു കിടന്ന മഹത്തായ സനാതനധർമ്മത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി, ഓരോ സ്തോത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി, ക്ഷേത്രത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി, ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ അർത്ഥം മനസ്സിലാക്കി, ഓരോ ക്ഷേത്രത്തിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കി ആരാധിക്കാൻ പറ്റുമ്പോഴാണ് നമ്മുടെ ഹൃദയം മഹത്തായ ഈശ്വര സന്നിധിയിലെത്തുന്നത്. ഈ ക്ഷേത്രത്തിലെ എല്ലാ ഭക്തർക്കും അങ്ങനെ മഹത്തായ ഔന്നത്യത്തിലേക്കെത്താൻ ഈ ക്ഷേത്രത്തിലെ ഭക്തിയും ആരാധനയും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം.